നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് ലോക വനിതാ ദിനം. വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും സ്ത്രീ പുരുഷ തുല്യത ഇപ്പോഴും അകലെ തന്നെയാണ്. സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ച് വലിയ വായിൽ പറയുന്നവരാണ് നമ്മുടെ മിക്ക രാഷ്ട്രീയ പാർട്ടികളും അതിലെ നേതാക്കന്മാരുമൊക്കെ. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ ഈ തുല്യതയൊക്കെ മടക്കി അട്ടത്ത് വെക്കുന്നവരാണ് മിക്ക പുരുഷ നേതാക്കളും. ചില ഏറ്റക്കുറച്ചിലുകൾ ഒക്കെ ഉണ്ടെങ്കിലും അതിൽ പാർട്ടി വ്യത്യാസമൊന്നും കാര്യമായി പറയാനുമില്ല. സ്ഥാനാർത്ഥി പട്ടികയിലും മന്ത്രിസ്ഥാനത്തുമൊക്കെ ഇനി പ്രാതിനിധ്യം നൽകേണ്ടി വന്നാൽ തന്നെ മിക്കവാറും തവണ പരിഗണിക്കുന്നത് സ്വന്തക്കാരായ സ്ത്രീകളെയാവും. അവിടെയും സ്വന്തമായി അഭിപ്രായം പറയുന്ന ആർജവമുള്ള സ്ത്രീകളെ ഒഴിവാക്കാൻ ശ്രമിക്കും. ഇന്ന് ഈ വനിതാ ദിനത്തിൽ ഇത് തുറന്നു പറഞ്ഞത് CPM-ലെ മുതിർന്ന നേതാവ് PK ശ്രീമതിയാണ്. സ്ത്രീ ആയാൽ ഇത്രയൊക്കെ മതിയെന്ന ചിന്തയുള്ള പാർട്ടി നേതാക്കൾ തൻ്റെ പാർട്ടിയിലും ഉണ്ടെന്ന് അവർ തുറന്നടിച്ചു. ഇത് CPM നേതൃത്വത്തിലെ ആണുങ്ങൾക്കു നേരെ മാത്രമുള്ള വിമർശനമല്ല, എല്ലാ പാർട്ടിയിലെയും ആൺ നേതാക്കൾക്കു നേരെയുള്ള വിമർശനമാണ്. സ്ത്രീകളെ ഒതുക്കുന്നോ പാർട്ടികൾ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്നും. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, എല്ലാ പാർട്ടികളും ഈ പുരുഷന്മാരെല്ലാവരും സ്ത്രീ തുല്യതയെക്കുറിച്ചും സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുമെന്നൊക്കെ പറയും. പക്ഷേ എണ്ണമെടുത്താൽ, സ്ഥാനങ്ങൾ വീതിച്ചു നോക്കിയാൽ സ്ത്രീകൾക്ക് പകുതി പോയിട്ട് 10-1 പോലും സ്ഥാനം ഒരു പാർട്ടിയും, താങ്കളുടെ പാർട്ടിയടക്കം ഒരു പാർട്ടിയും നൽകുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് ശരിയല്ലേ? നമസ്കാരം കിരണേ. നമസ്കാരം. ഇതെന്ന് പറയുമ്പം ഒരു രാഷ്ട്രീയ പാർട്ടികളും കസേര വിട്ടുകൊടുക്കാൻ തയ്യാറാവത്തില്ല. ആ കസേര അള്ളി പിടിച്ചോണ്ടിരിക്കും. പ്രത്യേകിച്ച് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. മുസ്ലിം ലീഗിനകത്ത് ഒരു സ്ത്രീകൾ പോലും ആ പാർട്ടിക്കകത്ത് ഈ രംഗത്തില്ല. മന്ത്രിസഭയില് ഈ ഇലക്ഷനില് അവരില്ല. MLA ആയിട്ട് പോലും ഇല്ല. പാർട്ടി നേതൃത്വത്തിൽ പല നേതാക്കന്മാരും സ്ത്രീകൾക്കൊപ്പം വേദിയിൽ ഇരിക്കാൻ കൂടി മടിക്കുന്ന നേതാക്കൾ വരെയുള്ള പാർട്ടിയാണ്. അതെ, അതൊക്കെ എടുത്ത് കളയണം. ഇനിയെങ്കിലും ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നിൽ നിർത്തണം. കാരണം 10% പോലും അവർക്ക് കൊടുക്കുന്നില്ല ഒരു പാർട്ടിക്കാരും. അവർക്ക് 40%, 50% അവർക്ക് പറയുന്നുണ്ട്. പക്ഷെ രംഗത്ത് വരുമ്പോൾ അവർക്ക് ആർക്കും 10% പോലും അവർക്ക് കൊടുക്കുന്നില്ല ഒരു പാർട്ടിക്കാർ. കോൺഗ്രസ്സുകാരായാലും ലീഗുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും BJP-ക്കാരായാലും ഒരു പാർട്ടിക്കാരും. പറഞ്ഞത് വളരെ വ്യക്തമാണ്. എന്തായാലും ഇതിനിടയ്ക്ക് നമ്മുടെ യൂട്യൂബിലൊരു ചാറ്റ്, അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ രാഷ്ട്രപതിയായിട്ട് വനിത വന്നിട്ടുണ്ടോ എന്നായിരിക്കും ശ്രീ രാജേഷ് ഉദ്ദേശിച്ചത്. വനിത രാഷ്ട്രപതി ആയിട്ടുണ്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വനിതയൊക്കെ ആയിട്ടുണ്ട്, പല പാർട്ടി കോൺഗ്രസിൻ്റെ അധ്യക്ഷ വനിത ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പ്രധാനപ്പെട്ട പല പോസ്റ്റുകളിലുമൊക്കെ വനിതകൾ എത്തിയിട്ടുണ്ട്. അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ പാർട്ടികളിലൊക്കെ പകുതി സ്ത്രീകളാണ് ഇന്ത്യയിൽ ആകെ ഉള്ളത്. ആ സ്ത്രീകളിൽ ഒരു 50% പോയിട്ട് 40%, 30%, 20%, 10% പോലും ഈ സ്ഥാനങ്ങളിലൊന്നും സ്ത്രീകൾ ഇല്ല എന്നത് ആകെ കണക്കെടുത്താൽ വ്യക്തമാകില്ല. ഒരാളെ 2 പേരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങളാകെ അങ്ങ് ഇവിടെ വനിതകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു എന്നൊക്കെ പറയുന്നത് പുറമേക്ക് പറയാൻ കൊള്ളാം. അത് യാഥാർത്ഥ്യവുമായി ഒരിക്കലും യോജിക്കുന്ന ഒരു പറച്ചിലാവില്ല. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിലെ പാർട്ടികൾ, അതിന് ഏത് പാർട്ടിയും ആയിക്കോട്ടെ, ഈ പാർട്ടികൾ ഈ സ്ത്രീകളുടെ തുല്യത എന്ന് പറയുന്നത് പറച്ചിലല്ലാതെ പ്രവൃത്തിയിലുണ്ടോ? ഒരിക്കലുമില്ല. ഈ വനിതാ ദിനത്തിനൊക്കെ കുറെ സന്ദേശം അയക്കാന്നല്ലാതെ വേറൊരു കാര്യമൊന്നുമില്ല. ഇപ്പൊ നമുക്കറിയാം, വനിതകളാണ് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തുന്നത്. അവർക്ക് എന്ത് അവകാശമാണ് അവർക്ക് കൊടുക്കുന്നത്? പിന്നെ പാർട്ടി തലത്തിലാണെങ്കിലും എവിടെയും കൊടുക്കുന്നില്ല. ഇപ്പൊ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിലൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം അത് അത്രയേ ഉള്ളൂ, അവർക്കൊക്കെ ശമ്പളം വരെ അത്രേ കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് കൊടുക്കും. ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വനിത ആയിരുന്നു എന്ന് നമുക്ക് പറയാം. ആ പറയുന്നതിന് ജവഹർലാൽ നെഹ്റുവിന്റെ മകളായോണ്ട്, അതിന് ശേഷം ആരും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ സംസ്ഥാനത്ത് തന്നെ ഏതൊരു രാഷ്ട്രീയ പാർട്ടി വന്നു കഴിഞ്ഞാലും ഒരു മുഖ്യമന്ത്രി പോലും ആക്കാൻ ഈ വനിത, കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ നോക്കാൻ ശൈലജ ടീച്ചർ വേണമെങ്കിൽ ആക്കായിരുന്നു, നല്ലൊരു ആളായിരുന്നു. പക്ഷെ അതുപോലും അവർ വരത്തില്ല. ഇപ്പൊ PK ശ്രീമതി പറഞ്ഞെന്ന് പറഞ്ഞു. PK ശ്രീമതിക്ക് ഇനി എന്തും പറയാം, കാരണം 75 വയസ്സ് എന്നുള്ള ആ ഇത് കഴിഞ്ഞു. അപ്പൊ എന്തായാലും പുറത്താവും. ഇനി പറയുന്നതിന് കുഴപ്പമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളും വനിതകൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കില്ല. ഈ വനിതാ ദിനം, ഇങ്ങനത്തെ ദിനങ്ങൾ വരുമ്പോൾ അവരെ കുറച്ച് ഊക്കി കൊടുക്കാം എന്നുള്ളതല്ലാതെ. ശ്രീ സന്തോഷ് പറഞ്ഞതിനകത്തൊരു ചെറിയ കാര്യം കൂടി ഉണ്ട്. വിമർശനമൊക്കെ ആണെങ്കിൽ പോലും ഈ PK ശ്രീമതി അടക്കമുള്ള നേതാക്കൾ പറയാൻ തയ്യാറായ സമയം ഇതാണ്. അതിനു മുമ്പൊക്കെ അവർക്കും പറയാമായിരുന്നു. അവരൊന്നും ആ തരത്തിൽ പറഞ്ഞില്ല എന്നുള്ള വിമർശനം കൂടി അതിൽ വരുന്നുണ്ട്.
അല്ലേ? അതെ, ഇതിനു മുമ്പേ അവർക്ക് പറയായിരുന്നു. ഇപ്പൊ 75 വയസ്സെന്നുള്ള അവർ പുറത്തേക്ക് പോകുന്നു എന്ന നിലയിലേക്ക് വന്നു. ഇനി എന്തും പറയുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ്. കാരണം സ്ത്രീകൾക്കൊന്നും യാതൊരു പ്രാതിനിധ്യം ഇവിടെ കേരളത്തിലുമല്ല ഒരു രാഷ്ട്രീയത്തിലും ഉണ്ടാവുന്ന എനിക്ക് ഇനിയുള്ള കാലങ്ങളിൽ ഉണ്ടാവുന്ന പോലും എനിക്ക് തോന്നുന്നില്ല സാർ. ശരി, ഓക്കെ. സന്തോഷിൻ്റെ അഭിപ്രായമാണ്. അങ്ങനെ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? താങ്കൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണോ? നമസ്കാരം. ഞാൻ കാണുന്നത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നതല്ല, അതായത് ഈക്വൽ ആയിട്ട്. പക്ഷെങ്കിൽ അതിൽ തന്നെ കഴിവും പ്രാവീണ്യവും ഭരണം നിയന്ത്രിക്കാൻ പറ്റും, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ ചിന്താഗതിയും ഉള്ള ജസ്റ്റിസ് ഫാത്തിമ ബീബി, അങ്ങനെയുള്ള ഇന്ദിരാഗാന്ധി, ഝാൻസി റാണി, അങ്ങനെയുള്ള കഴിവും ഏതെങ്കിലും സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒന്നിനെ പിടിച്ചിട്ട് നിർത്തിക്കഴിഞ്ഞാൽ, ഇപ്പം ട്രംപ് തന്നെ കണ്ടിട്ടില്ലേ, കമലാ ഹാരിസ് വേണ്ട പെണ്ണുങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യയോടുള്ള ദേശീയ, ഇന്ത്യക്കാരിയല്ല പകുതി, അതാണ് ചങ്ങലക്കെട്ടിട്ട് ആ ദേശീയ തീർത്ത്. അത് ഇവർക്കാർക്കും മനസ്സിലാകുന്നില്ല. നേരെ മറ്റേ അറബിക് സ്പീക്കിംഗ് കൺട്രീസിൽ ഇങ്ങനെയുള്ള കൂട്ടർക്കെല്ലാം ശിക്ഷ ഇളവ് നൽകിയിട്ട് ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശരത്താണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ശരത്ത്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിലെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ ഒക്കെ പറച്ചിലല്ലാതെ പ്രവൃത്തിയിൽ ഈ സ്ത്രീ പുരുഷ തുല്യതയും പ്രാതിനിധ്യവും ഒക്കെ ഉണ്ടോ? നമസ്കാരം. നമസ്കാരം. അപ്പൊ ആദ്യമേ അന്താരാഷ്ട്ര വനിതാ ദിന ആശംസ അറിയിക്കുന്നത്. ശരി. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് വനിതകൾ വന്നിട്ടില്ലല്ലേ ഇതുവരെ രാഷ്ട്രീയ പാർട്ടിയിൽ? അങ്ങനെ കേരളത്തിൽ വന്നിട്ടില്ല, പുറത്തൊക്കെ ഒരുപാട് വനിതകൾ വന്നിട്ടുണ്ട്. തമിഴ്നാട് ദീർഘകാലം ഭരിച്ചത് ജയലളിത. കൊടുക്കണമെന്ന് എന്റെ അഭിപ്രായം. കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പിന്നെ നേരത്തെ നമ്മൾ ഈ ടെക്സ്റ്റൈൽസ്, തുണി കടകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഇരിക്കാനായിട്ടുള്ള സൗകര്യം കിട്ടത്തില്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു. തൊഴിലിടങ്ങളിൽ ഉണ്ടാവുന്ന ജോലി ഭാരം കൂടുതൽ. അപ്പൊ അതെല്ലാം മാറി പിന്നെ മറ്റുള്ള എല്ലാ മേഖലകളിലേക്കും കടന്നു വരുന്നുണ്ട്. അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം പൊതുവേദി ഒരു വനിതകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കുന്നത് കൊള്ളാമായിരുന്നു. അതുകൊണ്ടാണ് ഈ വിഷയം എടുത്തത് നമ്മളിന്ന്. അല്ല, ഞാൻ വിളിച്ച വനിതകൾ അവതരിപ്പിച്ച വനിതകൾ മാത്രം വിളിക്കുന്നതായിട്ടുള്ള ഒരു, വനിതകൾ മാത്രമല്ലല്ലോ വിളിക്കേണ്ടത് എല്ലാവരും. നമ്മുടെ വനിതകളും കാര്യങ്ങൾ പറയേണ്ടത് പുരുഷന്മാർ കൂടി പറയണമല്ലോ. അവരല്ലേ ഈ അധികാരം മുഴുവൻ കവർന്നു ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ അതെ, എന്തായാലും അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കട്ടെ നമുക്ക് ആശംസിക്കാം. ശരി, ഓക്കെ. എന്തായാലും ശരത്താണ് സംസാരിച്ചത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തിലകനാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന്. ശ്രീ തിലകൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇങ്ങനെ സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ച്, തുല്യതയെക്കുറിച്ച് പറയുന്നതല്ലാതെ പ്രവൃത്തിയിലുണ്ടോ? സാറേ, ഇന്നലെ എനിക്കൊരു ബാലിശ വാക്ക് വന്നാൽ അതിനൊരു ഖേദം പ്രകടിപ്പിച്ച് തുടങ്ങാം. എന്തായാലും ഇത് വനിതാ ദിനമാണ്. എല്ലാവർക്കും, എല്ലാ വനിതകൾക്കും, ഹലോ സാറേ, കേൾക്കാനുണ്ട്, പറഞ്ഞോളൂ തിലകൻ. എല്ലാ വനിതകൾക്കും നമ്മൾ വലിയൊരു ആശംസ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും സാറേ, ഈ പറഞ്ഞ പോലെ പാർട്ടിക്കാരെല്ലാവരും ഈ പറഞ്ഞ പോലെ ഈ സ്ത്രീവർഗത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും പറ്റിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. KR ഗൗരിയമ്മ നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. KR ഗൗരിയമ്മയ്ക്ക് ശേഷം എനിക്കൊന്ന് ശൈലജ ടീച്ചർ വരാനും വലിയ സാധ്യതയും പ്രതീക്ഷയൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മങ്ങിപ്പോയി. നമ്മുടെ ഡൽഹിയിൽ ഈ പറഞ്ഞ AAPയുടെ ഒരു മറ്റേ കെജ്രിവാളിന് ശേഷം ഒരു വനിത വന്നു. എന്തോ അതെ വന്നിരുന്നു. എന്തായാലും സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങുന്ന, സാറ് പറഞ്ഞൊരു വാക്ക് കറക്റ്റാ, പുരുഷ മേധാവിത്വം. സാറും ഞാനും പുരുഷനാ, നമ്മുടെ ഇടയിലൊക്കെ അതുണ്ട്. അത് നമ്മൾ സ്വമേധം മാറ്റിയെടുക്കണം. സ്ത്രീകൾ ഈ പറഞ്ഞ ശതമാനത്തിന്റെ കാര്യത്തിൽ ഒരു വാക്കുകൾ, ശതമാനത്തിന്റെ പേര് പറഞ്ഞ ഒരു മാറ്റി നിർത്തേണ്ടല്ല. സമൂഹത്തിന്റെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പുരുഷൻ എത്രത്തോളം പ്രാധാന്യമുണ്ട് അതിനേക്കാൾ ഒരു 10 മടങ്ങ് സ്ത്രീക്ക് പ്രാധാന്യമുണ്ട്. അത് തിരിച്ചറിയണം. വാക്കുകൾ വളരെ വ്യക്തമാണ്. സ്ത്രീക്കും പുരുഷനും ആ തരത്തിലേക്കുള്ള പ്രാധാന്യം സ്ത്രീകൾക്കുണ്ട്. ആ പ്രാധാന്യം നൽകാൻ സമൂഹം തയ്യാറാവുന്നില്ല എന്നുള്ളത് നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, ഈ പാർട്ടികളൊക്കെ, എല്ലാ പാർട്ടികളും പറയും ഞങ്ങൾ വനിതകൾക്ക് വലിയ പ്രാധാന്യം നൽകുമെന്ന്. അങ്ങനെ ഒരു പ്രാധാന്യമോ പദവിയോ ഒക്കെ ഈ പാർട്ടികൾ നൽകുന്നുണ്ടോ? ഞങ്ങള് BJP-ക്കാർ കൊടുക്കുന്നുണ്ട്. അതെ, BJP-ലാകെ 50% നേതാക്കൾ വനിതകളാണോ? അല്ലെങ്കിൽ 30% വരെ. ആ ഒരു 30% കേരളത്തിലുള്ള ഒരു 10 വനിതാ നേതാക്കളുടെ, പ്രധാനപ്പെട്ട നേതാക്കളുടെ പേര് പറയാനുണ്ടോ BJP? എന്റെ കിരണം, നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരെ ഞങ്ങൾ, പഞ്ചായത്ത് മെമ്പറുടെ കാര്യമല്ല, അത് നിയമം മൂലം രാജ്യത്ത് കൊണ്ടുവന്ന നിയമമാണ്. അത് BJP കൊണ്ടുവന്ന നിയമമല്ല. അതുകൊണ്ട് അത് കൊടുത്തേ പറ്റൂ. എല്ലാ പാർട്ടിക്കും കൊടുത്തേ പറ്റൂ. അല്ല, ഇപ്പൊ പറയാൻ സമ്മതിക്കല്ലോ, കിരണം പറയാൻ സമ്മതിക്കല്ലോ. കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് സംശയം തോന്നുന്നത്. അത് എങ്ങനെയാണെന്ന് ഉള്ളത്. ഞങ്ങളെ കിരണ അവരെ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ നിർത്തി അവരെ ജയിപ്പിച്ചു കൊണ്ടുവന്നത്. അവിടെ നിങ്ങളല്ല, ആരായാലും നിർത്തിയാ പറ്റൂ ശ്രീ രവീന്ദ്രൻ.
അവിടെ വനിതാ സംവരണം നടപ്പാക്കിയതാണ്. അവിടെ സംവരണം നടപ്പാക്കിയത് നിങ്ങൾക്ക് ആണുങ്ങളെ നിർത്താൻ അതും പറ്റും. പോട്ടെ, പോട്ടെ, സമ്മതിച്ചു, കിരൺ സമ്മതിച്ചു. ഇനി പോട്ടെ, ഈ ലോക്സഭ ഇലക്ഷൻ ഞങ്ങൾ 3 സ്ഥാനാർത്ഥിയെ നിർത്തി ഇല്ലേ? ലോക്സഭ ഇലക്ഷൻ കേരളത്തിൽ 3 സ്ഥാനാർത്ഥി, കേരളത്തിൽ നിങ്ങൾക്ക് ജയിക്കുമെന്ന് ഉറപ്പില്ലാത്തത് പോലും 3 സ്ഥാനാർത്ഥി നിർത്താൻ തയ്യാറായിട്ടുള്ളൂ. അതും വിട്ടു, പോട്ടെ. അതിന് കേന്ദ്രത്തിൽ പോയാൽ ഞങ്ങളാണ് രാഷ്ട്രപതിയെ കൊണ്ടുവന്നത്. അതുപോലെ ഞങ്ങളുടെ പ്രതിരോധ മന്ത്രി ഞങ്ങളാക്കിയില്ലേ? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ആകെയുള്ള കേന്ദ്രമന്ത്രിമാരിൽ 10% ഉണ്ടോ സ്ത്രീകൾ? എന്റെ പൊന്ന്, എത്ര മന്ത്രിമാരും എത്ര MLA? ഞാനതാ ചോദിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ആകെ 50% പേർ സ്ത്രീകളാണ്. 50% പേർ സ്ത്രീകളുള്ളിടത്ത് പകുതി പേർക്ക് അല്ലെങ്കിൽ വേണ്ട ഒരു 3-1 പേർക്കെങ്കിലും കൊടുക്കണ്ടേ? കൊടുത്തിട്ടുണ്ടോ? പിന്നെ അത് കൊടുക്കുന്നുണ്ടല്ലോ. എവിടെയാണ് ഉള്ളത്? ഞങ്ങളാരും കാണുന്നില്ല. നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷ ഡൽഹിയിൽ ഒരു മുഖ്യമന്ത്രി വരുമെന്നോ? ഡൽഹിയിൽ ഒരു മുഖ്യമന്ത്രി, ആകെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒരേ ഒരിടത്ത് മാത്രമേ വനിതാ മുഖ്യമന്ത്രി ഉള്ളൂ. പോകണ്ട, ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഉള്ളത് ഇപ്പൊ ഞങ്ങൾ തന്നെയല്ലേ. അതെങ്ങനെയാ ഉള്ളത് ഭേദം? കോൺഗ്രസിന്റെ അധ്യക്ഷയായിരുന്നത് സോണിയാഗാന്ധി ആയിരുന്നിട്ടില്ലേ? ഇന്ദിരാഗാന്ധിയെ പോലെ ഒരാൾ കോൺഗ്രസ് പ്രധാനമന്ത്രി ആക്കിയിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഒരു പാർട്ടി നിങ്ങളുടെ ഇന്ത്യയിലുള്ളപ്പോ നിങ്ങളെക്കാളൊക്കെ എത്രയോ മുന്നേ നടന്ന പാർട്ടിയാണ്. അല്ല, ഈ നെഹ്റു കുടുംബം കഴിഞ്ഞു ഏത് കുടുംബം കഴിഞ്ഞാലും ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി, വനിതാ പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ അത് ഇന്ദിരാഗാന്ധി ആക്കിയിട്ടില്ലേ? നിങ്ങൾ ഈ കുടുംബത്തിന് കഥ പറയാതെ സ്ത്രീകളെ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മുമ്പേ കോൺഗ്രസ്സുകാർ ചെയ്തിട്ടില്ലേ? ആദ്യം പറഞ്ഞില്ലേ കുടുംബക്കാരെ നിർത്തുന്ന കാര്യം കിരൺ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു. ഇന്ദിരാഗാന്ധി അങ്ങനെ കുടുംബത്തിന്റെ ആനുകൂല്യത്തിൽ മാത്രം നിൽക്കേണ്ട ഒരാളാണോ ഇന്ദിരാഗാന്ധി? അല്ലല്ലോ. എന്റെ പൊന്നെ, ഇന്ദിരാഗാന്ധിന്റെ ഈ രാജീവ് ഗാന്ധി എല്ലാം കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ല. ആ പാർട്ടിയുടെ പരിപാടി തീർന്ന വെടികൊണ്ട് പാർട്ടിയുടെ പരിപാടി തീർന്നതല്ല ശ്രീ രവീന്ദ്രൻ. താങ്കളുടെ പാർട്ടിയിലടക്കം BJP അടക്കം സ്ത്രീകളെ തുല്യത എന്ന് പറയുന്നതല്ലാതെ സ്ത്രീകൾക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കാറില്ല. നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞ ഏറ്റവും കൂടുതൽ BJP-ക്കാരാണ് സ്ത്രീകൾക്ക് അല്ല എന്നതാണ് യാഥാർത്ഥ്യ കണക്കുകൾ. കൊള്ളതി കൊടുക്കുന്നത് ഞങ്ങൾ തന്നെ. അത് നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് നിങ്ങൾ ഏത് കണക്ക് വെച്ചാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ പാർട്ടി അധ്യക്ഷയായിട്ട് വനിത വന്നിട്ടുണ്ടോ? ഇവിടെ ഈ കേരളത്തിലാണ് ഞങ്ങൾ ഇലക്ഷന് കൂടുതൽ നിർത്തുന്നുണ്ട് ജയിപ്പിക്കാവുന്ന. കേരളത്തിൽ ജയിക്കാൻ പറ്റാത്തടത്ത് ആരെ വേണം നിർത്തുക? എന്നിട്ട് പോലും നിങ്ങൾ 3 പേരെ നിർത്തിയെന്ന് പറഞ്ഞാൽ പിന്നെന്താ? ജയിക്കാത്തടത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തൂടെ? ജയിക്കുമെന്ന് ഉറപ്പില്ലാത്തടത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അല്ല, ഞങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ മതിയല്ലോ. ഒരാളുണ്ട്, ആ ശോഭാ സുരേന്ദ്രൻ തന്നെ പറയുന്നുണ്ട്. പലപ്പോഴും ശോഭാ സുരേന്ദ്രൻ പരസ്യമായി തന്നെ പറയുന്നുണ്ട്. ചോദിച്ചിട്ടാണ് പുള്ളിക്കാരിക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള ഒരു പാർട്ടി, ഇതുപോലൊരു പാർട്ടി ഏതെങ്കിലും CPM-ലോ? ശോഭാ സുരേന്ദ്രനെ തള്ളിക്കളയാൻ പറ്റാത്തതുകൊണ്ടാണ് അവരെ ഒതുക്കാവുന്നതിന്റെ പരമാവധി ഒതുക്കിയെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കിരൺ ഇത് പൊതുവേദി മാറ്റണം, തർക്കവേദി ആക്കണം ഇതിന്റെ പരിപാടി. കിരൺ എന്നാ പറഞ്ഞാലും തർക്കിച്ച് കിരണെ ശരിയല്ലാത്ത ശ്രീ രവീന്ദ്രൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തർക്കിക്കാൻ പറയുന്ന ഒരു ശകലം അംഗീകരിക്കണം. സത്യമല്ലാത്ത രീതിയിലൊന്നും ഞാനിവിടെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യം സത്യമാണ്. എന്തായാലും രവീന്ദ്രൻ അങ്ങനെ പറയുന്നത് ശരിയല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കിവിടെ തിരിച്ച് സ്വാഭാവികമായിട്ടും ചോദിക്കേണ്ടി വരും. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സുകുമാരനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ സുകുമാരൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ പാർട്ടികൾക്കൊക്കെ ഒരു ആത്മാർത്ഥതയുണ്ടോ സ്ത്രീകളുടെ കാര്യത്തിൽ? സാറേ, ഈ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഇപ്പൊ പെണ്ണുങ്ങളെ സമരം തീർക്കൂലേ? പറഞ്ഞോളൂ. ഇത്രയും ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ആ പെണ്ണുങ്ങളെ സമരം തീർക്കൂലേ? ആശാ വർക്കർമാരെ. ഹലോ, താങ്കൾ പറഞ്ഞോളൂ, കേൾക്കാം. ആശാ വർക്കർമാരുടെ സമരം ഇത്രയും ഇതായിട്ട് ഗർഭത്തിൽ കഴിച്ചിട്ട് ഈർക്കിൽ പാർട്ടി മറ്റോ ഇതൊന്നും പറയുന്നത് ശരിയല്ലോ സാറേ. പിന്നെ സാറേ ഒരു കാര്യം സാറേ, പറഞ്ഞോളൂ. ഹലോ, സാറിന്റെ ഒരു നമ്പർ തരുമോ? എന്റെ നമ്പറോ? ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഞാൻ എന്റെ നമ്പർ കിട്ടും. ഈ നമ്പറിൽ സാറിനെ വിളിച്ചാൽ കിട്ടുന്നില്ലല്ലോ നമ്പർ. ആ നമ്പർ എന്റെ നമ്പർ അവർ പറഞ്ഞുതരും, കൃത്യമായി പറഞ്ഞുതരും. ഈ കട്ടയായിട്ട് ശേഷം വിളിച്ചോളൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചപ്പോ സാറിന് എന്നെ ആ നമ്പർ ഇപ്പോൾ എടുത്തിട്ടും കൂടില്ല. എന്താ പറഞ്ഞാൽ ഒരു ആനേന്റെ ഭയങ്കര വാർത്തയായി. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് പൊതുവേദിയിൽ മറ്റൊരു പ്രേക്ഷകന്റെ സമയം കൂടി എടുക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വിജയകുമാറാണ് താമരക്കുളത്ത് നിന്ന്. ശ്രീ വിജയകുമാർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. ശ്രീ വിജയകുമാർ പറയാം. രാഷ്ട്രീയം ഉണ്ടെങ്കിലും പക്ഷേ ആശാവർക്കർമാർക്ക് എന്തെങ്കിലും. ഞാൻ ഒരു എക്സ്-മിലിറ്ററിക്കാരനാണ്. പക്ഷേ ശ്രീ ജോസഫാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിലെ ഏതെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് സ്ത്രീകളുടെ കാര്യത്തിൽ അത്തരമൊരു ആത്മാർത്ഥമായ നിലപാടുണ്ടോ? നമസ്കാരം, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എല്ലാ ഹിന്ദു മിത്തോളജിയിൽ ഒഴിച്ചൊന്നിലും സ്ത്രീകൾക്ക് പ്രാധാന്യമില്ല. ഭഗവാനീശ്വര സങ്കല്പ ഹിന്ദു മിത്തോളജിയിലുണ്ട്. ഞാനൊരു നാസ്തികനാണ്, അത്യൂഷ്ടാണ്. പക്ഷെ ക്രിസ്ത്യാനിയുടെ എല്ലാവരും ദൈവങ്ങളും നോക്കിക്കോളൂ ഒക്കെ പുരുഷരൂപങ്ങളാണ്. സ്ത്രീക്കുള്ള ഒരു കഴിവ്, ശേഷി, ദൈവത്തിന്റെ വരദാനം എന്ന് പറയുന്നത് പ്രസവിക്കാനുള്ള കഴിവ് അമ്മയാവാം. അത് ഗർഭിണിയാവുന്നത് അഭീതമായിട്ടാണെങ്കിൽ അതൊരു ശാപമായിട്ട് മാറുകയും ചെയ്യും.
അത് മാത്രമല്ല പിന്നെ ഉള്ളത് ഈ എന്താ പറയാ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശാരീരികമായ പരിമിതികളുണ്ട്. പുരുഷന്മാർക്ക് മൊത്തം ഒഴിക്കാം, പുറത്തു പോയി എവിടെ പോയാലും. ബാലകൃഷ്ണപിള്ള പറഞ്ഞ മാതിരി മന്ത്രി കഴിഞ്ഞാൽ നമുക്ക് മതിലും ചാരി ഒഴിക്കാൻ പറ്റില്ല, അത് വെളിയിൽ കയറിയിട്ട് സ്ത്രീകൾക്ക് സാധിക്കില്ല. ഒരു പക്ഷേ വൈകുന്നത് വരെ അവർക്ക് ശ്രമിച്ച് സഹിച്ചിരിക്കേണ്ടി വരും. ഒരിക്കൽ മേഴ്സറി പറഞ്ഞിട്ടുണ്ട് ആ ബുദ്ധിമുട്ടിനെ പറ്റിയിട്ട്. ഇങ്ങനെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ സമയം ഞാൻ മനക്കെടുക്കുന്നില്ല. ഏകദേശം കുറച്ച് ശരി, കാര്യങ്ങൾ ഓക്കെ. പറഞ്ഞു. എന്തായാലും ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിലെ ഈ എല്ലാ പാർട്ടികളുടെയും നേതാക്കളൊക്കെ ഇന്ന് ഈ വലിയ വനിതാവിധന സന്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരൊന്നും അവരുടെ പാർട്ടിയിലെങ്ങും ആ തരത്തിലുള്ള പ്രാധാന്യം സ്ത്രീകൾ കൊടുക്കാറില്ല. ഹലോ കിരൺ സാറേ, നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഒരു വീടിന്റെ കെടാത്ത വിളക്കാണ് സ്ത്രീ എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയൊക്കെ പോസിറ്റീവായും പറയും ആളുകൾ. സ്ത്രീകളെ ഒതുക്കി നിർത്താൻ വേണ്ടിയും അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ, ചില സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. തീർച്ചയായിട്ടും. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ ശ്രീ ഷാജി. സ്ത്രീകൾക്ക് സംവരണം കൊടുത്തിരിക്കണം. അവർക്കൊരു മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബിനോയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, താങ്കളുടെ പാർട്ടിയിലടക്കം ഈ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുമെന്ന് പറയുന്നതല്ലാതെ ഒരു നാമമാത്ര പ്രാധാന്യത്തിനപ്പുറത്തേക്ക് കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും. കോൺഗ്രസിൽ ആരെയാണ് ഉദ്ദേശിച്ചത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കേരളത്തിൽ അങ്ങനെ എണ്ണിപ്പറയാനായി കേരളത്തിലെ സ്ത്രീ നേതാക്കളുടെ എണ്ണം എടുത്താൽ നമുക്ക് എത്ര എണ്ണം ഉണ്ട് കോൺഗ്രസിൽ? വളരെ കുറച്ച് പേരിലേ ഉള്ളൂ. നിരവധി നേതാക്കന്മാരുണ്ട്. ഇപ്പൊ ഒരു പാർലമെന്റ് സീറ്റ് ഒഴിഞ്ഞിട്ട് തന്നെ ജബി മേത്തർ എന്ന് പറഞ്ഞ നമ്മളെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയാണ് ആക്കിയിരിക്കുന്നത്. അവിടെ കൊല്ലത്താകെ ഒരു സീറ്റിലല്ലാതെ കൂടുതൽ സീറ്റിൽ വനിതകളെ മത്സരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, കൊല്ലത്ത് മത്സരിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ മത്സരിപ്പിക്കും. പകുതി സീറ്റ് കോൺഗ്രസ് മത്സരിക്കാനുള്ള പകുതി സീറ്റ് സ്ത്രീകൾക്ക് കൊടുത്താൽ എന്താ? കൊല്ലത്ത് നേതാക്കളില്ലാത്തതിന്റെ ക്ഷാമം കൊണ്ടാണോ? അല്ല കിരണേ, ഞാൻ ശാപം കൊണ്ടല്ല കിരണേ. ഈ സ്ത്രീകൾക്ക് ഇന്ത്യയില് ഈ വനിതാ ദിനത്തിൽ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അധികാരത്തിന്റെ സമയത്തൊക്കെ പാർലമെന്റിലേക്ക് നിയമസഭയിലേക്കും വനിതാ സമരം നടപ്പാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലാതെ അത്തരം ഒരു നിയമത്തിലേക്കും നടപ്പാക്കലിലേക്കും ഒന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോയില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ ഭരണത്തിലില്ലല്ലോ. നിങ്ങൾ ഭരണത്തിലുള്ള കാലത്തായിരുന്നു ഇത് പറഞ്ഞത്. നിങ്ങൾ ഭരണത്തിലുള്ള കാലത്തായിരുന്നു പറഞ്ഞത്, അന്ന് നടപ്പാക്കിയില്ല. അല്ല, ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്തൊക്കെ ഈ സ്ത്രീകൾക്ക് ഇപ്പോൾ കൃത്യമായ പ്രാതിനിധ്യം കിട്ടുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. അത് നിയമം മൂലം കൊണ്ടുവന്നു. അത് നിയമസഭയിലും സമ്മതിച്ചു. ഞാൻ പറഞ്ഞു ലോക്സഭയിലും നിയമസഭയിലും ഒക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ കോൺഗ്രസ് കൊണ്ടുവന്നില്ലെന്നാണ് പറഞ്ഞത്. സ്ഥാപനങ്ങളിലേക്ക് കിരൺ, ഞാനൊരു കാര്യം ചോദിക്കുക. കിരൺ മാധ്യമ പ്രവർത്തകനാണ്, നല്ല അത് ഞാൻ സമ്മതിച്ചു. സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് അത് സമ്മതിച്ചു. മറ്റേത് ഉത്തരം പറ. കിരൺ, 55% സ്ത്രീകളാണ് മത്സരിക്കുന്നത്. നമ്മൾ കണക്ക് വെച്ച് നോക്കുമ്പോൾ മറ്റേതിന് ഉത്തരം പറയൂ. അത് ഞാൻ സമ്മതിച്ചു. മറ്റേതിന് ഉത്തരം പറയൂ. എന്തുവാണ് യുടെ കാലത്ത് മുതൽ പറഞ്ഞാണല്ലോ ഈ സ്ത്രീകൾക്ക് സംവരണം ലോക്സഭയിലേക്ക് നിയമസഭയിലേക്ക് കൊണ്ടുവരുന്നത്. നടപ്പാക്കിയോ? ഇല്ലല്ലോ. നടപ്പാക്കാൻ ഞങ്ങളെ യു പി എ വിട്ടുപോലെ രാഹുൽ ഗാന്ധി അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത് ഈ ബില്ലുള്ളതല്ലേ, അതൊന്നും നടപ്പാക്കിയില്ലല്ലോ. നടപ്പാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അടുത്ത പാർലമെന്റ് ഇലക്ഷൻ വന്നില്ലേ? 10 വർഷത്തോളം ഭരിച്ചിട്ട് നിങ്ങൾ നടപ്പാക്കിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അല്ലല്ല കിരണേ, ഒരു കാര്യം പറയാം. ഞങ്ങൾ കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിലും കഴിഞ്ഞ 10.5 വർഷമായിട്ട് ഞങ്ങൾ കേന്ദ്രത്തിലും അധികാരത്തിലില്ല. പക്ഷേ ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ജോസഫ്, ക്ഷമിക്കണം, ശ്രീ ജോസഫാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾ കരുതുന്നുണ്ടോ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറച്ചിലിന്റെ ആത്മാർത്ഥത അവരുടെ പ്രവൃത്തിയിലുണ്ടെന്ന്? ശ്രീ ബാലൻ പറയൂ. താങ്കൾ TV ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ശ്രീ രാജേഷാണ് തിരുവനന്തപുരത്ത് നിന്ന്. ദയവേത് പ്രേക്ഷകരുടെ അഭ്യർത്ഥനയ്ക്ക് വേണ്ടി പൊതുവേദിയിൽ സ്ഥിരം സംസാരിക്കുന്നവർക്കറിയാം, ആ സമയത്ത് TV മ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായി കൺവേ ചെയ്യാൻ കഴിയില്ല. അത് രണ്ടും തമ്മിൽ ചെറിയ സെക്കൻഡുകളുടെ, ഏതാനും മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ശ്രീ രാജൻ, താങ്കൾക്ക് പറയാം. പറഞ്ഞോളൂ. ഹലോ, ശ്രീ രാജേഷാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ രാജേഷ്, താങ്കൾ പറഞ്ഞോളൂ. സാറേ, ഞാൻ ചോദിക്കുന്നത്, ഈ നിങ്ങളെ പൊതുവേദി എന്നാണോ പൊതുവെടി എന്നാണോ ഇതിൽ എഴുതിയിട്ടുള്ള?
അതെ അതെ അതെ. എന്താണ് താങ്കൾക്ക് അങ്ങനെ ഒരു ഈ സംശയം? നമ്മളെ ഈ പ്രോഗ്രാമിൽ എഴുതിയിരിക്കുന്നത് പൊതുവേദി എന്നാണ്. താങ്കൾക്ക് എന്താണ് അങ്ങനെ ഒരു സംശയം? രാജേഷ് വീട് എവിടെയാണ് തിരുവനന്തപുരത്ത്? രാജേഷിന്റെ വീട് തിരുവനന്തപുരത്ത് എവിടെയാണ്? അതല്ല രാജേഷ് തിരുവനന്തപുരത്ത് വീട് എവിടെയാണെന്ന് പറയൂ. താങ്കൾക്ക് തിരുവനന്തപുരത്ത് വീട് എവിടെയാണെന്ന് പറയൂ. ചെമ്പൂര് ചെമ്പൂര് ചിമ്പൂർ എവിടെയാണ് വീട്? അഡ്രസ് എന്താണ്? ചെമ്പൂര്. താങ്കളുടെ അഡ്രസ് എന്താണ്? രാജേഷ് ഇങ്ങനെയുള്ള വൃത്തികേടുമായി ഇറങ്ങരുത് കേട്ടോ. അത് കൈവച്ചേക്കണം കേട്ടോ. ഇത്തരം വൃത്തികേടുമായി ഇറങ്ങരുത് ശ്രീ രാജേഷ്. ഇത് നേരെ താങ്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചാൽ എന്തായിരിക്കുള്ള അവസ്ഥ എന്നൊക്കെ അറിയാമല്ലോ താങ്കൾക്ക്. ഒരു സാമാന്യ മര്യാദ വേണം. ശരി, കട്ട് ചെയ്ത് പോയിക്കോളൂ താങ്കൾ. ശരി, അടുത്ത പ്രേക്ഷകരിലേക്ക് ദയവ് ചെയ്ത് ഇത്തരം ചില പ്രേക്ഷകരൊക്കെ ഉണ്ട്. അവർക്ക് ഒരു പൊതുസമൂഹത്തിലാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു സാമാന്യ ബോധം ഏത് മനുഷ്യരായാലും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ ആ തരത്തിലേക്കും പോകേണ്ടി വരും സ്വാഭാവികമായും. ശ്രീ തങ്കച്ചനാണ് മുഹമ്മയിൽ നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾ എങ്ങനെയാണ് കരുതുന്നത് ഈ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന ആത്മാർത്ഥത സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിൽ പ്രവൃത്തിയിലുണ്ടോ? അതെ, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്ത്രീയല്ലായിരുന്നു? അതെ. ആദ്യമായിട്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു പ്രതിഭാ പാട്ടീൽ സ്ത്രീയല്ലായിരുന്നു? സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ്? അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഞാൻ ചോദിച്ചത് പ്രാധാന്യം നൽകുന്നതിന്റെ അല്ല, അർഹമായ പ്രാധാന്യം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ കുറച്ചു മുമ്പ് സതീദേവി നമ്മളുടെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നു സ്ത്രീകളെ സഹജീവികളായി കാണണമെന്ന് ആണ്. കുറച്ചു മുമ്പ് നിങ്ങളുടെ വാർത്തയിൽ ഞാൻ കണ്ടതാണ്, കാണണമെന്ന് പറയും. പക്ഷെ ഇപ്പൊ ഈ ആശാവർക്കർമാരോട് കാണിക്കുന്ന ഈ നയം അതെന്താ സാറേ? ഇതൊക്കെയാണോ നമ്മൾ സ്ത്രീകളോട് കാണിക്കേണ്ടത്? സ്ത്രീകളെ നമ്മളെ അമ്മയായി കാണണം, സഹോദരിയായി എന്നിങ്ങനെയൊക്കെ പറയുന്ന ഇവരെല്ലാം കാണിക്കുന്നുണ്ടോ? ഒരു മൃഗങ്ങളോട് പോലും മനുഷ്യൻ കാണിക്കാത്ത വൃത്തികേട് ആശാവർക്കന്മാരോട് കാണിക്കുന്നു. അവരും മനുഷ്യരല്ലേ? അവരിന്ന് 27 ദിവസമായി അവര് കഞ്ഞിയില്ല, വെള്ളമില്ല, ഒന്നുമില്ലാതെ സ്വന്തം വീട് ഉപേക്ഷിച്ച് വീട്ടുകാരെ ഉപേക്ഷിച്ച് അവർക്ക് നേടിയെടുക്കാൻ വേണ്ടി സമരം നടത്തിയിട്ട് എന്താ സാറേ ഇങ്ങനെയൊക്കെ വരുന്നത്? ഇതൊക്കെ ഒരു ഭരണാധികളാണോ ചെയ്യുന്നത്? താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീമതി ജയാണ് കൊല്ലത്തുനിന്ന്. ശ്രീമതി ജയ, താങ്കളുടെ ഒരു ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് തോന്നുന്നത് ഈ സ്ത്രീകൾക്ക് പാർട്ടികളൊക്കെ ഈ പറച്ചിലല്ലാതെ പ്രവൃത്തിയിൽ ആ ഒരു പ്രാധാന്യവും അവസരവും നൽകാറുണ്ടോ? നമസ്കാരം കിരൺജി. നമസ്കാരം. ഹാപ്പി വിമൻസ് ഡേ. എന്തായാലും നമ്മളുടെ രാവിലെ മുതൽ തന്നെ നമ്മൾ ഈ വനിതാ ദിനവുമായി പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടിരുന്നോ? കണ്ടിരുന്നു. ശരി, ഓക്കെ, പറഞ്ഞോളൂ. അത് സ്ത്രീകളെ ഒതുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ ഒതുക്കുക, പിന്നെ രാഷ്ട്രീയ പാർട്ടികളില് വളരെ ഷാർപ്പായ ഒരു പ്രതികരണമാണത്. നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛനും മോനും കൂടെ അങ്ങ് ഒരുമിക്കും. എന്നിട്ട് അത് ശരിയല്ല, പിന്നെ നമുക്ക് പോകാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാം എന്നൊരു അഭിപ്രായം പറഞ്ഞ് അടിച്ച് താത്തിരുത്തുവാണ്. എന്നെ സംബന്ധിച്ചുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പൊതുവെ അത്തരം പ്രവണത സമൂഹത്തിലാകെ ഉണ്ട്. അച്ഛനും മോനും ആണ് വലിയ ആൾക്കാര്, അവര് ആണുങ്ങളല്ലേ, നമ്മൾ പെണ്ണല്ലേ, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു മോളുമില്ല. അപ്പൊ വീട്ടിൽ തന്നെ ഒതുക്കുവാണ്. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ എപ്പോഴും തോക്കാൻ പറ്റുന്ന ഒരു സ്ഥാനത്ത് കൊണ്ടങ്ങ് നിർത്തിയേക്കും. അവര് തോക്കുമെന്ന് ഉറപ്പാ. ഇവിടെ കൊല്ലത്ത് ബിന്ദുകൃഷ്ണ ഇവിടെ കഴിഞ്ഞ ഇലക്ഷന് നിന്ന് ബിന്ദുകൃഷ്ണയെ ഒതുക്കിയതാ ആൾക്കാർ, അവരുടെ പാർട്ടിക്കാർ തന്നെ ഒതുക്കി പുള്ളിക്കാരിയെ തോപ്പിച്ച് കൈ കൊടുത്ത്. ഇപ്പം സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്ന പരിപാടി എത്ര സ്ത്രീകളാ? ആർക്കെങ്കിലും ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ അവരെ അങ്ങനെ കിടത്തുവോ കിരണേ? അതുകൊണ്ട് ഒരിക്കലുമില്ല, അവര് സ്ത്രീകളെ അടിച്ചൊതുക്കി തന്നെ വെച്ചിരിക്കുക. ശരി, എന്നാൽ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ പാർട്ടികളൊക്കെ പറച്ചിലല്ലാതെ പ്രവൃത്തിയിൽ ഈ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകാറുണ്ടോ? ശ്രീ തങ്കച്ചനെ TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? റോജയാണ് കണ്ണൂരിൽ നിന്ന്. സോജയാണ്. ശ്രീമതി സോജ, താങ്കൾക്ക് പറയാം. സ്ത്രീകൾക്ക് പറഞ്ഞോളൂ. സ്ത്രീകൾക്ക് ഈ പിള്ളേരെല്ലാം ആശാ വർക്കർ പെൻഷൻ പൈസ കൂട്ടിയിട്ടല്ല. ഹലോ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. പൈസ കൂട്ടിയിട്ടില്ല, അത് അഭിപ്രായം. ശരി, ഓക്കെ, സോജയാണ് അഭിപ്രായം പറഞ്ഞത്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. ജോസഫാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകാറുണ്ടോ, അതോ സ്ത്രീകളെ മനഃപൂർവ്വം ഒതുക്കുകയാണോ? നമസ്കാരം സാറേ. നമസ്കാരം.
രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത് CPM-നാണ്. കാരണം CPM-ന് മുൻതൂക്കം കൊടുക്കുന്നത് പറഞ്ഞോളൂ താങ്കൾ. CPM-ന് മുൻതൂക്കം കൊടുക്കുന്നത് CPM ഒരു കേഡർ പാർട്ടി എന്നുള്ളതിൽ നിന്നാണ് CPM-നെ എല്ലാവരും ഒരു വീക്ഷിക്കുന്നത്. ഇന്നത്തെ സമ്മേളനത്തിൽ ശ്രീമതി പറഞ്ഞത് അനുസരിച്ച് അവരുടെ പ്രായം കവിഞ്ഞ് അവർ ശരിക്കും ബുദ്ധിപൂർവ്വമാണ് അവർ ആ വിഷയം സംസാരിച്ചത്. കാരണം ഇനി പാർട്ടിയിൽ നിന്നും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് സാറേ അതല്ല, ഈ ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനമല്ലേ സാർ ഈ പഞ്ചായത്തില് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ 1:1 വന്നത് സ്ത്രീകൾക്ക്? അല്ല, അത് കേന്ദ്ര സർക്കാർ അക്കാര്യം നടപ്പാക്കിയതാണ്. അങ്ങനെ അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ സർക്കാർ നടപ്പാക്കുന്ന തീരുമാനം നടപ്പാക്കാനല്ലാതെ സ്വന്തം നിലയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല. അത് സർക്കാർ നടപ്പാക്കിയതാണ്. അത് കോൺഗ്രസ് സർക്കാർ തന്നെ അങ്ങനെ വരുമ്പോൾ നമ്മളിത് ദിവാസ്വപ്നമായി കണ്ടമായി. കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മേൽക്കോയ്മ എന്നും ഒരു ആൺ മേൽക്കോയ്മ തന്നെയാണ്. സ്ത്രീകൾക്ക് സ്വാധീനം വരുന്നത് ഒന്നല്ലെങ്കിൽ ഭർത്താവ് പാർട്ടിയിൽ വലിയ ആളാവുക, അല്ലെങ്കിൽ അച്ഛൻ പാർട്ടിയിൽ വലിയ ആളാവുക. ഈ രണ്ട് വ്യക്തികളല്ലാണ്ട് ഒറ്റപ്പെട്ട സംഭവത്തിൽ ഒന്നോ രണ്ടോ പേർ മറ്റു സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ പേരെ ഉയർത്തി കാണിക്കുന്നതല്ലാതെ പാർട്ടിയിൽ ഏത് പാർട്ടിയായാലും ഇനി വരാൻ പോണ പാർട്ടിയാണെങ്കിലും ശരി മേൽക്കോയ്മ പുരുഷ മേധാവിത്വമാണ്. അല്ലെങ്കിൽ സ്ത്രീകളുടെ മാത്രമായ ഒരു രാഷ്ട്രീയ പാർട്ടി വന്നാൽ മാത്രമേ ഇവർക്ക് ആധിപത്യം കിട്ടുള്ളൂ. ക്ലിയർ സാർ? ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. സ്ത്രീകൾ തന്നെ നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ ഇന്ത്യയിലുണ്ട്. ജയലളിതയെ പോലുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത പാർട്ടിയും ഇപ്പോൾ മമതാ ബാനർജിയുടെ പാർട്ടിയും മായാവതിയുടെ പാർട്ടിയും ഒക്കെ ഉണ്ട്. അവരെല്ലാം സ്ത്രീകൾ തന്നെയാണ് ആ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത്. പക്ഷേ ആ പാർട്ടിയിലും ആ തരത്തിലേക്ക് മറ്റ് സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടായില്ല എന്നതുകൂടിയുണ്ട്. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകാനുണ്ട്. രഘുവാണ് പാലക്കാട് നിന്ന്. ശ്രീ രഘു, താങ്കൾ എങ്ങനെയാണ് കരുതുന്നത്? പാർട്ടികൾക്ക് ആത്മാർത്ഥതയുണ്ടോ ഇക്കാര്യത്തിൽ? ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഈ രാഷ്ട്രീയത്തിൽ പ്രാതിനിധ്യം കൊടുക്കുന്നത് CPM തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഒരു പ്രത്യേകത ഉള്ളത് മാത്രം, നമ്മൾ ഈ പശുവിനെ കുറ്റിയെ കെട്ടി തീറ്റാൻ കണ്ടിട്ടുണ്ടോ? പറമ്പിലൊക്കെ കൊണ്ട് കുറ്റിയെ കെട്ടി തീറ്റാൻ നിർത്തുന്നത്. അതായത് ഇതിന്റെ കയറുണ്ടല്ലോ, കയറ് വെന്റിയിലിരിക്കും. ഇതാണ് CPM-ന്റെ പ്രത്യേകത. ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്നേ. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. BJP-യിലായാലും കോൺഗ്രസ് ആയാലും ഇപ്പൊ സാമാന്യ രീതിയിൽ എല്ലാവരും കൊടുക്കുന്നുണ്ട്, അത്ര തന്നെ. അത് അത്രത്തോളം ഒരു രീതിയിലേക്ക് എത്തണമെങ്കിൽ അതിന് കുറച്ച് കാലഘട്ടം എടുക്കും. അതിന് നിയമം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ശരി, അത്രയധികം ഒന്നും സ്ത്രീകൾക്ക് ഇതിന് മുന്നിലേക്ക് വരുന്നില്ല. എല്ലാ സ്ത്രീകൾക്കും അതിന് വലിയ താല്പര്യമില്ല. പിന്നെ മറ്റേ സ്ത്രീകൾക്ക് താല്പര്യമില്ലാത്തതല്ല ശ്രീ രഘു, അവരെ താല്പര്യത്തിന് നമ്മൾ അനുവദിക്കാറില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? അനുവദിക്കാനില്ലെങ്കിലും പലരും അത് ഇറങ്ങാറില്ലെന്നേ. കാരണം അതെ, ആ സാമൂഹിക സാഹചര്യം കൊണ്ട് സ്ത്രീകൾ അങ്ങനെ ഒരു ഇപ്പോഴും പുരുഷന് കിട്ടുന്ന ഒരു സാമൂഹിക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സാമൂഹിക അനുകൂല സാഹചര്യങ്ങൾ സ്ത്രീക്ക് ഇപ്പോഴും കേരളത്തിലടക്കം ഇല്ല എന്നത് യാഥാർത്ഥ്യമല്ലേ? കിരൺ സാറേ, ഇത് കേരളത്തിലല്ല, താങ്കൾ പത്രപ്രവർത്തകർ, താങ്കൾക്ക് അറിയില്ലേ? ലോകത്ത് മൊത്തം അങ്ങനെയാണെന്നേ. ഇത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയല്ല, ഈ ലോകം മൊത്തം അങ്ങനെയാണ്. അത് അങ്ങനെയാ കിടക്കുന്നത്. അത് ആ സാഹചര്യം മാറി വരണേ കുറെ കാലഘട്ടം എടുക്കും, അത്ര തന്നെ. പിന്നെ മാറ്റം നമ്മൾ വേഗത്തിൽ വരുത്തണ്ടേ? ലോകത്ത് ഒരുപാട് കാലത്ത് ലോകത്ത് ഈ പറയുന്ന ആളുകളൊക്കെ അടക്കി ഭരിച്ചിരുന്ന ഒരു പ്രത്യേക വിഭാഗങ്ങളായിരുന്നു. അതിലൊക്കെ മാറ്റമുണ്ടായില്ലേ? അത് സാറേ, നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണ്ടേ, ആ ആശാവർക്കേഴ്സിന്റെ പ്രശ്നം തീർക്കാൻ പറ. മാത്രമല്ല അത് തീർക്കേണ്ടതാണ്. പക്ഷെ അത് മാത്രമല്ലല്ലോ സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ, അല്ലാതെ അത് അതിലെ ഒരു ചെറിയൊരു ഭാഗം മാത്രമല്ല. പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ വനിതാ ദിനത്തിൽ ആ സ്ത്രീകളെ വിളിച്ച് ആ പ്രശ്നം തീർക്കാൻ പറ. എന്നിട്ട് നമുക്ക് ഈ വനിതാ ദിനത്തിലാകുമ്പോൾ നന്നാവും ചെയ്യും. ശരി, ഓക്കെ, എന്നാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സ്വരൂപാണ് പാലക്കാട് നിന്ന്. ശ്രീ സ്വരൂപ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാർ, അത് കിരൺ സാറല്ലേ? അതെ, പറഞ്ഞോളൂ. ഓക്കെ. അതായത് ഒരു ഉദാഹരണത്തിന് പറയാം. സാഹിത്യ ലോകവും രാഷ്ട്രീയ ലോകവും പൊതുവെ സാമൂഹിക ലോകം തന്നെ പുരുഷന്റെ ചിന്താ സ്വാതന്ത്ര്യത്തിന്റെ പ്രദർശനശാലകളാണ് കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട്. അപ്പോൾ അതിനെ മാറ്റിമറിക്കേണ്ട ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ലോകത്ത് മുഴുവൻ ഉണ്ടെങ്കിൽ പോലും ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ CPIM-ലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും മാത്രമാണ് സ്ത്രീ പ്രാതിനിധ്യത്തില് ഒരു മികവ് കാണുന്നുള്ളൂ. ഓക്കെ ആണല്ലോ? ശരി, ഓക്കെ. ശ്രീ നസീറാണ് ചാലിമൂട് നിന്നും. ശ്രീ നസീർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമ്മുടെ എല്ലാ പാർട്ടികളിലും, കോൺഗ്രസിലല്ല, മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഏത് പാർട്ടിയിലായാലും നമ്മുടെ ഒരു പൊതുസമ്മേളനങ്ങൾ നടക്കുമ്പോൾ പോലും സ്ത്രീകൾക്ക് ഒരു സീറ്റ് കൊടുക്കാത്ത പാർട്ടികളാണ് നമ്മുടെ പൊതുവെ BJP ആയാലും ഏത് പാർട്ടിയിലായാലും കാണുന്നത്. സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത സമൂഹ പറഞ്ഞോളൂ താങ്കൾ പറഞ്ഞോളൂ.
ഏത് പാർട്ടിയിലായാലും നമ്മുടെ സ്ത്രീകൾക്ക് ഒരു സീറ്റ് പോലും കൊടുക്കാത്ത നിലപാടാണ് നമ്മൾ കാണുന്നത്. സ്ത്രീകളെ അടിച്ചമർത്താനാണ് ഏത് പാർട്ടികളും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് സ്ത്രീകൾ അതിനെല്ലാം പൊരുതിക്കൊണ്ട് മുന്നേറിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉന്നതിയിലേക്ക് വരാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ ആശാവർക്കർമാരുടെ സമരം. നമ്മളിപ്പം പ്രധാനമായി എടുത്തു നോക്കിയാൽ തന്നെ 27 ദിവസം ഒരു പിന്തുണയും ഇല്ലാതെ, ഒരു പാർട്ടിയുടെ പിന്തുണയും ഇല്ലാതെ നല്ല പ്രവർത്തനം അതിന്റെ മുന്നൊരുക്ക നിലയിലാണ്. ഈ സമരം നിലയ്ക്ക് അത് ശരിയാണ്. പക്ഷേ പാർട്ടിയുടെ പിന്തുണയില്ല എന്ന് പറയരുത്. പോലുള്ള പാർട്ടി ആ സമരത്തിന് സജീവമായി പിന്തുണയുമായി രംഗത്തുണ്ട്. ശരി, ശ്രീ കുര്യാക്കോസ് ആണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ കുര്യാക്കോസ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇന്ത്യ മഹാരാജ്യം ഈ 120 കോടി ജനതയായിട്ട് ഒരു സ്ത്രീക്ക് ഭരിക്കാൻ കഴിയുമെങ്കിൽ സ്ത്രീക്ക് എവിടെ കഴിവുറവ്? അതാണ് നമുക്കറിയാം. സ്ത്രീക്ക് എവിടെയാണ് കഴിവുറവ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർക്ക് ലോകം ഭരിക്കാൻ പറ്റി. ഇവിടെ വനിതകൾക്ക് എവിടെയാ കുഴപ്പമുള്ളത്? ഇനിയിപ്പം ഭാവ്യാകാശത്തേക്ക് പോകുന്ന ആ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് ഇന്ന് ഇറങ്ങി വന്നോട്ടെ. എവിടെയാ പെണ്ണുങ്ങൾ എത്താതെ ഭൂമിയിൽ ഒരു ലോകമില്ല. എന്നതായാലും ഈ പുരുഷൻ എന്ന് പറയുന്നത് അവിടെ ഗർഭപാത്രത്തിൽ 10 മാസം കിടന്നിട്ടില്ല, പുറത്തു വരാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞല്ലേ പുരുഷനുണ്ടാവുന്നുള്ളൂ. ഹലോ, ശരി, കേൾക്കാം താങ്കൾ പറയുന്നത്. താങ്കൾ നന്നായി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇടപെടാതിരുന്നതാണ്. ഇടപെടണമല്ലോ. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ചാനൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീക്ക് ഇവിടെ എന്നതാ കുഴപ്പമുള്ളത്? താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതിനകത്ത് ഇപ്പം വന്നു കഴിഞ്ഞാൽ ഇപ്പം ഒരു സ്ത്രീയെ അവിടെ തെളിയിട്ട് കൊന്നു, കർണാടകത്തിൽ കൊന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം. രാജ്യത്തിന് തന്നെ നാണക്കേടാണത്. ശ്രീ വിഷ്ണു ആണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ വിഷ്ണു, താങ്കൾ എങ്ങനെയാണ് കരുതുന്നത്? ഈ പാർട്ടികൾക്കൊക്കെ പറച്ചിലിന്റെ അപ്പുറത്ത് ആത്മാർത്ഥതയുണ്ടോ? അത് ഒരു കാരണവശാലും അത് ഉണ്ടാവില്ല. ഒരിക്കലും ഇനി ഉണ്ടാവാനും പോകുന്നില്ല. ഇനി ഒരു 50 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ 50 വർഷത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതിനേക്കാൾ മുമ്പേ നടപ്പാക്കുകയല്ലേ വേണ്ടത്. ഒരു കാരണവശാലും അവരാരും ഒരു അവസരം കൊടുക്കുകയില്ല. അവസരം കൊടുത്തു കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിൽ ഇവിടുത്തെ സ്ത്രീകൾ വിനിയോഗിക്കുന്നില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല വിഷ്ണു. ഇപ്പൊ പുരുഷന്മാരൊക്കെ കാലാകാലങ്ങളായിട്ട് നിങ്ങൾക്ക് അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് ആ അധികാരത്തിന് കുറെ കൂടി സൗകര്യങ്ങൾ കാണും. മറ്റു ആളുകൾക്ക് പുതുതായി കൊടുക്കുമ്പോൾ പറ്റിയില്ല എന്ന് കരുതി എന്റെ അഭിപ്രായം. അവർക്ക് കിട്ടേണ്ട അവസരത്തിൽ അവർ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. മുന്നോട്ട് വരാൻ എങ്ങനെയാണ്? ഇപ്പൊ നമ്മളൊക്കെ അറിയാമല്ലോ, ഏതോ വീട്ടിലെ സ്ത്രീകൾക്ക് തന്നെ ഒരു പുരുഷനെ ഇറങ്ങി നടക്കുന്നത് പോലെ സ്ത്രീക്ക് മുഴുവൻ സമയം പൊതുപ്രവർത്തനത്തിന് ഇറങ്ങി നടക്കാൻ കഴിയുമോ? അങ്ങനെ ഒരുപാട് നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകൾ സ്ത്രീയെ ദുർബലപ്പെടുത്തുന്നുണ്ട്. അതാദ്യം മാറണ്ടേ? ഞാൻ പറയുന്നത് അവർക്ക് ഈ നമ്മുടെ ഇവിടുത്തെ സൊസൈറ്റിയായിട്ട് ഇപ്പൊ രാത്രികാലങ്ങളിൽ അവർ ഇറങ്ങി പുരുഷനെ പോലെ ഇറങ്ങി നടക്കാൻ പറ്റണം. അങ്ങനെ പറ്റണം. അത് നടത്തേണ്ട ഉത്തരവാദിത്തം ഈ നാട്ടിലെ പുരുഷന്മാർക്കുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം നമുക്കും ഉണ്ട്. അതിനുള്ള ചങ്കൂറ്റം അവരും കാണിക്കണം. അവര് ചങ്കൂറ്റം കാണിക്കണ്ടല്ലോ. അവരെന്തുകൊണ്ടാണ് അങ്ങനെ മാറി നിൽക്കേണ്ടി വരുന്നത്? ഈ മോശപ്പെട്ട പ്രവണത പുരുഷന്മാരിൽ നിന്ന് ഉണ്ടാകുന്നതുകൊണ്ടാണ്. പുരുഷന്മാരിലെ ആദ്യം തിരുത്തേണ്ടത്. ഇപ്പോഴേ നമ്മൾ ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു സ്ത്രീ എന്നിട്ട് എനിക്ക് രാത്രിയാകുമ്പോഴത്തെ ഇന്നൊരു പരിപാടിക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നാട്ടുകാർ ആ പുരുഷനെ കുറ്റം പറയും. നാട്ടുകാർ പറയുന്നതല്ലല്ലോ വിഷയം. നാട്ടുകാർ എല്ലാ കാലത്തും അങ്ങനെ ഒരുപാട് കുറ്റമൊക്കെ പറയുന്നുണ്ട്. നാട്ടുകാർക്ക് അതിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ അതിന് സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങണം. സ്ത്രീകൾ തന്നെയല്ല, പുരുഷന്മാർ കൂടിയാണ് ശ്രീ വിഷ്ണു മുന്നിട്ടിറങ്ങേണ്ടത്. സപ്പോർട്ട് കൊടുത്താൽ തന്നെ അവർ മുന്നിട്ടിറങ്ങണ്ടേ? ശരി, ശ്രീ അർജുനാണ് വെഞ്ഞാറമ്മൂട് നിന്ന്. ശ്രീ അർജുനൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാർ, എനിക്ക് പറയാനുള്ളത് ദുഃഖകരമായ ഒരു കേസാണ്. പറഞ്ഞോളൂ. സാറിന് അറിയാമല്ലോ, ഞാൻ വാരിക്കോരി ഒന്നും പറയുന്നില്ല, കാരണം പറയാൻ നമുക്ക് ടൈം തികയില്ല. സാർ, ഈ ആശാ വർക്കർമാരുടെ ആ കാര്യം എന്തുകൊണ്ട് സാർ പരിഗണിക്കുന്നില്ല? സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് നമ്മളെന്താ സാറിന് അറിയാമല്ലോ, ഏത് രീതിയിലാണ് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത്, ഏത് അർത്ഥത്തിലാണ്? സാർ ഒന്ന് പറഞ്ഞ് എനിക്കൊന്ന് മനസ്സിലാക്കി തന്നാൽ കൊള്ളാം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ സുകുമാരനാണ് പരവൂരിൽ നിന്നും. ശ്രീ സുകുമാരൻ, താങ്കൾ എന്താണ് കരുതുന്നത്? ഈ പാർട്ടികളൊക്കെ പറച്ചിലല്ലാതെ കാര്യത്തോട് അടുക്കുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ട പ്രാധാന്യം നൽകാറുണ്ടോ? ഇല്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. താങ്കളെ TV ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞായിരുന്നു ഉപകാരമായിരുന്നു. ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തില് ബ്രാഞ്ച് ഘടകം മുതൽ. ഹലോ, ശരി. ശ്രീ മോനി മാത്യു ആണ്. ശ്രീ മോനി മാത്യു കോതമംഗലത്ത് നിന്നും. ശ്രീ മോനി മാത്യു, താങ്കൾക്ക് പറയാം. ഓക്കെ. ഈ സ്ത്രീകൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളും പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം ഇത് ഒരു പുരുഷ മേധാവിത്വമാണ്. ഇത് മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ തുടങ്ങിയതാണ്. പുരുഷന് കായികമായ ശേഷി കൂടുതൽ കൊടുത്തത്
സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനും കുട്ടികളെയൊക്കെ സംരക്ഷിക്കുന്നതിനും അവർക്ക് ഭക്ഷണമൊക്കെ തേടിക്കൊടുക്കുന്നതിനും വേണ്ടിയാണ്. പക്ഷേ അവരതൊരു ദുരുപയോഗപ്പെടുത്തി വർഷങ്ങളോളം കാലങ്ങളോളം ദുരുപയോഗപ്പെടുത്തി നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഇതിന് ഒരു സമൂല മാറ്റം വരുത്തണമെങ്കിൽ പെട്ടെന്നൊന്നും സാധിക്കില്ല. ഇത് ലോകാരംഭം മുതലുള്ള ഒരു കാര്യമാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നിയമപരമായിട്ട് സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്താൽ മാത്രമേ ഇത് ഒരു മാറ്റത്തിലേക്ക് വരികയുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ. അതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടുള്ള എല്ലാ മേഖലകളും മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, അതുപോലെ തന്നെ മെയിൻ ഓഫീസേഴ്സ്, അങ്ങനെ ജഡ്ജസ്, ഇങ്ങനെയുള്ള എല്ലാം സംവരണം ചെയ്ത് കുറെ കാലത്തേക്ക് സ്ത്രീകൾക്ക് കൊടുത്താൽ മാത്രമാണ് ഇതിൽ നിന്ന് ഒരു മോചനം സ്ത്രീകൾക്ക് ലഭിക്കുകയുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്, ശക്തമായ അഭിപ്രായം തന്നെയാണ്. ശ്രീ അതുൽനാഥാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ അതുൽനാഥ്, താങ്കൾക്ക് പറയാം. അതായത് ഈ പാർട്ടികൾ സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. അതെ, നിലവിൽ നമ്മൾ കേരളത്തെ സംബന്ധിച്ച് സാക്ഷരതയെല്ലാം അടിസ്ഥാനപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പാർട്ടികളും കൊടുക്കുന്നതിൽ പോരായ്മയുണ്ട്. പക്ഷേ ഉള്ളതിൽ ഏറ്റവും നന്നായി കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, CPIM ആണ്. പക്ഷെ അതുകൊണ്ട് ഉള്ളതിൽ നല്ലതെന്നൊക്കെ പറയുമ്പോൾ പോലും 10% പോലും ഇല്ല. ഉള്ളതിൽ നിന്നാണ് ഞാൻ അല്ല, അതാ പറഞ്ഞത്. അതുപോലെ ഉള്ള ഏറ്റവും നല്ലത്, ഏറ്റവും ഉള്ളതിൽ ഏറ്റവും മികച്ചത് താങ്കൾ പറയുന്നതിന് പോലും 10% പോലും ഇല്ല. അതെ, അതാണ് അതിനു മുമ്പ് ഞാൻ പറഞ്ഞത്. എന്താണ്, സാക്ഷരതയ്ക്കനുസരിച്ച് അവർക്കുള്ള ഇത് മുന്നേറ്റം ലഭിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം, നിലവിൽ സ്ത്രീകളെ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അർഹമായ പരിഗണന കൊടുക്കുന്ന ഘട്ടത്തിൽ എന്ത് കാര്യത്തിൽ തന്നെയായിരിക്കും, വനിതാ മതിൽ പോലത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ ഈ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഉൾപ്പെടെ വരുന്ന ഘട്ടത്തിൽ ഈ സ്ത്രീകൾക്കെതിരെ ഏറ്റവും കൂടുതൽ എതിരെ നിന്നിട്ടുള്ളത് സ്ത്രീകൾ തന്നെയായിരുന്നു. അതെല്ലാ കാലത്തും അങ്ങനെയല്ലേ? എല്ലാ കാലത്തും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനെ മറികടന്നല്ലേ ലോകം മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനെ മറികടക്കാൻ എന്തുകൂടി വേണം? സ്ത്രീകളുടെ ഒരു കോർപ്പറേഷൻ കൂടി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ ഘട്ടത്തിലേക്ക്. അങ്ങനെയൊന്നും അല്ല ശ്രീ അതുൽനാഥ്. ഈ ലോകത്തെ പോരാട്ടങ്ങളുടെ വലിയ ചരിത്രമൊക്കെ എങ്ങനെയാണ്? പോരാട്ടങ്ങൾ നടക്കുമ്പോൾ ആ പോരാട്ടത്തിൽ അവശത അനുഭവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വിമോചനം വേണ്ട ആളുകളടക്കം അധികാരികൾക്കൊപ്പം നിൽക്കുന്നതായിരുന്നു ചരിത്രം. പക്ഷെ പക്ഷേ ന്യൂനപക്ഷം അങ്ങനെയല്ല. അവർ പോരാട്ടം നയിച്ചാട്ടാണ് ഈ രാജ്യത്ത് ലോകത്തുണ്ടായ മാറ്റങ്ങളെല്ലാം ഉണ്ടായത്. സർ, ഞാൻ അതിലൊരു പോരായ്മ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രം ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, കേരളത്തിൽ പോലും സ്ത്രീകൾക്ക് അർഹമായ മുന്നേറ്റം ലഭിച്ചിട്ടില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഉള്ളതിൽ ഏറ്റവും നല്ലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത്യാവശ്യം പരിഗണന സംഘടനാ രംഗത്തൊക്കെ SFIയുടെ സംസ്ഥാന അത്യാവശ്യമൊന്നുമില്ല. ഒരു പേരിന് പരിഗണന, മറ്റുള്ളവർ ഒന്നുമില്ലാത്തതുകൊണ്ട് പേരിന് പരിഗണന നൽകുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഉള്ളതിൽ എടുത്തു പറയത്തക്ക ഒരു കാര്യമൊന്നുമല്ല. വനിതാ MLA-മാർ 150 പേരുണ്ടെങ്കിൽ അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 MLA-മാരെങ്കിലും വനിതകളാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലോ കേന്ദ്ര നേതൃത്വത്തിലൊക്കെ ഉള്ള ആകെ ഉള്ളതിൽ ഒരു 3 പേരെങ്കിലും വനിതകളുണ്ടെങ്കിൽ പറയാമായിരുന്നു. മന്ത്രിമാരിൽ 3 പേരെങ്കിലും വനിതകളുണ്ടെങ്കിൽ പറയാമായിരുന്നു. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. ഉള്ളതിൽ അതൊരു മേന്മയായി പറയാൻ തക്ക കാര്യമൊന്നുമില്ല. മറ്റുള്ളവരൊക്കെ എന്നെക്കാൾ തീരെ, ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന 10 കുട്ടികളുണ്ടെങ്കിൽ 8 പേരും മണ്ടന്മാരാണെങ്കിൽ, ഞാൻ കഷ്ടിച്ച് ജയിക്കുന്ന ഒരാളാണെങ്കിൽ ഞാനാണ് ഏറ്റവും മിടുക്കരെന്ന് പറയുന്നത് പോലെയുള്ളത്. അങ്ങനെയല്ല, കഷ്ടിച്ച് ജയിക്കുന്നവരെ കൂടി നമ്മൾ നോട്ട് ചെയ്യണം. അല്ല, അതിൽ വലിയ കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞത്. ചെയ്യുന്നെങ്കിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ആ തരത്തിൽ ചെയ്യാൻ കേരളത്തിലെ താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ കേരളത്തിൽ CPM-ൽ ആ തരത്തിൽ സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്ക് വേണ്ട രീതിയിൽ പ്രാധാന്യം കൊടുക്കുകയും സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരികയും ഒക്കെ ചെയ്യാനുള്ള വനിതാ നേതാക്കൾ അനവധിയുണ്ട്. ദയവായി കേൾക്കൂ സർ, ദയവായി കേൾക്കൂ. ഭാവിയിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ, മുൻപേയുള്ള കാലഘട്ടവും നിലവിലുള്ള കാലഘട്ടവും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, സ്ത്രീകൾ അത്യാവശ്യം എന്നല്ല, നമ്മൾ ആഗ്രഹിച്ച രീതിയിലല്ലാതെ ചെറിയ രീതിയിൽ മുന്നേറ്റം കൈവരിക്കുന്നുണ്ട്. അത് എല്ലാ പാർട്ടിക്കകത്തും ഉണ്ടാവും, നമുക്ക് പ്രത്യാശിക്കാം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ അതുൽനാഥാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ പങ്കജാക്ഷിയാണ് പാലക്കാട് നിന്ന്. ശ്രീമതി പങ്കജാക്ഷി, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരം. ഞാൻ പറയട്ടെ, ഒരു പാർട്ടിയും ഒരു പരിഗണനയും സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല. അതാണ് യഥാർത്ഥ സത്യം. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ ആശാ വർക്കേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം. അവർക്ക് ഇതുവരെ ഒരു പരിഗണനയും കിട്ടിയിട്ടില്ലല്ലോ. അതേപോലെയാണ്, ഞാനൊരു അംഗൻവാടി വർക്കറാണ്. അംഗൻവാടി വർക്കേഴ്സ് എന്ത് സമരം നടത്തിയിട്ടും എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അതേപോലെ ഞങ്ങൾ വെറുതെ പണിയെടുക്കാൻ ഉള്ള ഒരു ആയുധങ്ങളെന്ന് മാത്രമേ ഉള്ളൂ ഗവൺമെന്റിന്റെ മുന്നിലും എല്ലാവരുടെ മുന്നിലും. അത് നാട്ടുകാരായാലും ഗവൺമെന്റ് ആയാലും എല്ലാവരും അങ്ങനെ തന്നെ കാണുന്നുള്ളൂ. ഇത്ര പണിയെടുത്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ അതേപോലെ പീഡനങ്ങളുടെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും 4-5 പേരൊന്നും ഇല്ലാത്തൊരു കേസില്ല. അതൊക്കെ ഈ പുരുഷന്മാരനല്ലേ നടത്തുന്നത്.
ഇപ്പൊ സ്ത്രീകൾക്ക് എവിടെയും ഒരു പരിഗണനയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരമുണ്ട്. എന്താ ഞാൻ നമസ്കാരം പറഞ്ഞപ്പോഴാണ് എന്റെ ഫോണ് കട്ടായത്. പറഞ്ഞോട്ടോ, നമ്മുടെ ഹോൾഡ് ചെയ്തപ്പോ കട്ടായതാ. പറഞ്ഞോളൂ. എന്റെ അഭിപ്രായത്തിൽ പൊതുരംഗത്ത് സ്ത്രീകൾ വരാതിരിക്കുക നല്ലത്. അതെന്താണ്? അതിന് കാരണം പറഞ്ഞുതരാം. പൊതുരംഗത്ത് സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ 33% എത്ര ശതമാനമാണെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. അതില്ല. അതിപ്പോ താഴെത്തട്ടില് ഒരു വാർഡ് മെമ്പർ തൊട്ട് ഒരു മന്ത്രി വരെ എനിക്ക് പലരായിട്ടും ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ആ മേഖലയിലൊക്കെ കുറെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒക്കെ ഒരു ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പല മേഖലയിലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. എനിക്ക് അറിയാവുന്ന കാര്യമല്ല. അപ്പൊ വെറുതെ ഒരു പാവേനെ മുന്നേ പിടിച്ച് നിർത്തിയിട്ട് പൊതുരംഗത്ത് മറ്റുള്ളവർ ഈ പുരുഷന്മാരെ ഇപ്പൊ ഭർത്താവായിരിക്കാം, ഏട്ടനായിരിക്കാം, അല്ലെങ്കിൽ പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ അമ്മാവനായിരിക്കാം, ഒരാള് ഒരു ബിംബത്തിനവിടെ നിർത്തിയിട്ട് കാര്യങ്ങൾ മറ്റൊരു കൊണ്ടുപോവാ. അപ്പൊ അങ്ങനെ 33 പറഞ്ഞിട്ട് നിങ്ങളെന്നെ പിടിച്ച് മുമ്പിലെടുത്ത് ഒരു കാര്യമില്ല. ചെയ്യുമ്പോൾ വൃത്തിയിൽ ചെയ്യാനല്ല, ചെയ്യാതിരിക്കാനല്ലേ. ശരി, ഓക്കെ. എന്നാലും നമുക്ക് ഗോളാന്തര യാത്ര എന്ന് പറയുന്ന ആൾ ഒരു വനിതാ ദിനത്തിൽ പോലും ന്യൂസ് 8 വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ കിരണിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്തായാലും ശ്രീ ഗോളാന്തര യാത്ര ഞങ്ങളുടെ രാവിലെ മുതലുള്ള പരിപാടികൾ കണ്ടിരുന്നെങ്കിൽ താങ്കൾ അങ്ങനെ പറയില്ലായിരുന്നു. ഞങ്ങളുടെ ആകെയുള്ള പരിപാടികൾ അവതരിപ്പിക്കുന്നതിൽ ഇന്ന് ഭൂരിഭാഗം പരിപാടികളും അവതരിപ്പിച്ചത് സ്ത്രീകൾ തന്നെയാണ്. ഇന്നെന്ന് മാത്രമല്ല, മിക്കവാറും ദിവസങ്ങളിലൊക്കെ പരിപാടികൾ അവതരിപ്പിക്കുന്നതിൽ പകുതിയോളം സ്ത്രീകൾ തന്നെയാണ് നമ്മളുടെ ചാനലിലുള്ളത്. അവർ അത്തരം ജേർണലിസ്റ്റായി ഡെസ്കിലുള്ളതിനും നല്ല ശതമാനം സ്ത്രീകൾ തന്നെയാണുള്ളത്. കേരളത്തിലെ മിക്കവാറും ചാനലുകളിലൊക്കെ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ട്. എന്നാലും ഇനിയും കൂടുതൽ പ്രാതിനിധ്യം വരേണ്ടതുണ്ട്. എന്തായാലും മറ്റ് പല മേഖലകളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യം കേരളത്തിലെ മാധ്യമ മേഖലയിൽ, പ്രത്യേകിച്ച് ചാനൽ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനിയും പോരാ എന്നതും ഞങ്ങളും അംഗീകരിക്കുന്നു. അതിലും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവേണ്ടത് തന്നെയാണ്. ശ്രീ ഷാലി അബൂബക്കറാണ് ദുബൈയിൽ നിന്നും. ശ്രീ ഷാലി അബൂബക്കർ, താങ്കൾ എങ്ങനെയാണ് സ്ത്രീകളോടുള്ള നിലപാടിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആത്മാർത്ഥതയുള്ളതായി കരുതുന്നുണ്ടോ? നമസ്കാരം. ഈ വിഷയത്തിൽ ഒരു സംവരണം കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിഷയമൊന്നുമല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഭരിക്കുക എന്ന് പറയുന്നത്, നേതാവാവുക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ സ്ത്രീകളിൽ എത്ര സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട്? എത്ര വളരെ ചുരുക്കം പേരാണ് രാഷ്ട്രീയത്തിലേക്ക് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നത്? പിന്നെ നമ്മൾ തന്നെ ഇപ്പൊ പിന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ സ്ത്രീകൾ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്ന എത്ര പേരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള അവസരം നിഷേധിക്കപ്പെടുകയല്ലയോ? അങ്ങനെ ആഗ്രഹമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ത്രിതല പഞ്ചായത്തിലേക്ക് ഇപ്പോൾ സംവരണം കൊടുത്ത ആദ്യത്തെ സ്റ്റേറ്റ് കേരളമാണ്. സ്ത്രീകൾക്ക്. എന്നിട്ട് ആ സീറ്റുകളിലേക്ക് മത്സരിപ്പിക്കാൻ ഓരോ വാർഡുകളിലും ആളെ കിട്ടാതെ അവരവരെ ഭർത്താക്കന്മാരും അമ്മായിമാരും മരുമക്കളൊക്കെ പിടിച്ചിട്ടാണ് നിർത്തുന്നത്. ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ ഇതിനേക്കാളൊക്കെ എന്ന് പറഞ്ഞാൽ അത് ചില സമയത്ത് അങ്ങനെയൊക്കെ വരില്ലേ? അത് സ്ത്രീകൾ സ്ഥിരമായി ഇപ്പോൾ അങ്ങനത്തെ അവസ്ഥയൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിൽ ഏത് വാർഡിലും മത്സരിക്കാൻ സ്ത്രീകളെ കിട്ടാൻ പ്രയാസമൊന്നുമില്ലല്ലോ ഒരു പാർട്ടി. അതൊക്കെ ഒരു പേരിന് നിർത്തുന്ന രീതിയിലേക്കുള്ള സ്ത്രീകൾ മാത്രമേ. അതെങ്ങനെയാണ് പകുതി പേര് മത്സരിക്കുന്ന ശ്രീ ഷാലി? അത് സ്ത്രീകളല്ലേ? ജനാധിപത്യ രാജ്യമായ അമേരിക്കയിൽ ഇതുവരെ അമേരിക്കൻ പ്രസിഡന്റ് സ്ത്രീയായിട്ടില്ല. പക്ഷേ ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് ഹിലരി ക്ലിന്റൺ വന്നിട്ടുണ്ടെങ്കിലും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ഇതിലൊരു സംവരണത്തിന്റെ കാര്യങ്ങളൊന്നും പിന്നെ സംവരണം കൂടെ കൊടുത്തില്ലെങ്കിൽ എന്താവും അവസ്ഥ? സംവരണം കൂടെ കൊടുത്തില്ലെങ്കിൽ ഉള്ളത് കൂടി ഇല്ലാതാവില്ലേ? ഇത് രാഷ്ട്രീയം എന്ന് പറയുന്നതും ഭരിക്കുന്നതും എന്നൊക്കെ പറയുന്നതും നമ്മൾ കാലകാലമായിട്ട് രാജാക്കന്മാരെ തലമുറ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെ ഒരു തരം വേറെ രീതികളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊരു സംവരണം കൊടുക്കാതെ എങ്ങനെയാണ് ശ്രീ ഷാലി ഇവിടെ പകുതി സ്ത്രീകൾ വരണമെങ്കിൽ നാളെ അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ പകുതി സ്ത്രീകളാണ് MLA-മാരായി മത്സരിക്കേണ്ടത്, പകുതി MP-മാരെ മത്സരിക്കേണ്ടത് തീരുമാനിച്ചാൽ തീർന്നില്ലേ? മുഖ്യമന്ത്രിക്ക് സംവരണം കൊടുക്കാം, എന്നിട്ട് സ്ത്രീയാക്കാം. എല്ലായിടത്തും ചെയ്യണം. എന്തിനാണ് മുഖ്യമന്ത്രി സ്ത്രീയാരെന്താ കുഴപ്പം? ഞാൻ പറയട്ടെ, അതല്ല പറയണതിന് കേൾക്കും നിങ്ങൾ. ഞാൻ ആ ഒരു സ്ത്രീയെ പിടിച്ച് നമ്മൾ മുഖ്യമന്ത്രിയാക്കാം. ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാല് ഒരു സംസ്ഥാനത്തെ നിയന്ത്രിക്കുന്ന ഒരു തലവനാണ്. ആ പൊസിഷനിലേക്ക് ആ സ്ത്രീ വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് അതിന് കപ്പാസിറ്റി ഇല്ലാന്ന് വിചാരിക്കും. കപ്പാസിറ്റി ഇല്ലെന്ന് എങ്ങനെയാണ് താങ്കൾ കരുതുന്നത്? സംസ്ഥാനം ഉണ്ടാവുക രാഷ്ട്രീയം എന്ന് പറയുന്നതും നേതാവാവുക. ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി പോലുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നിട്ടുണ്ട്. എത്രയോ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഇപ്പോഴും ഭരിക്കുന്നത് സ്ത്രീകളാണ്. ഒരു പുരുഷനേക്കാൾ പവറുള്ള സ്ത്രീയാണെന്ന്. അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് അവസരം കൊടുക്കാനായിട്ടാണ്. പവറില്ലാത്ത സ്ത്രീകൾക്ക് സംവരണം കൊടുത്ത് കൊണ്ടു നിർത്തേണ്ട സ്ഥലം അങ്ങനെ ഇരുത്തണം. അങ്ങനെ കൂടുതൽ പേർ വരണം. കൂടുതൽ പേർ വരുമ്പോഴാണ് അവസരം കിട്ടുമ്പോൾ. കാലാകാലങ്ങളായി അവസരം കിട്ടാതിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായി കിട്ടില്ല. സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. ഇതൊക്കെ
ഇതും സംവരണം കൊടുത്തിട്ടൊന്നും ഒരു സ്ത്രീനെ കൊടുത്തിട്ട് ഭരണതലത്തിൽ കൊണ്ടുവരുത്തിയിട്ട് ആ പിന്നെ പുരുഷന്മാരെല്ലാം അങ്ങ് നന്നായിട്ടല്ലേ ഭരിക്കുന്നത് ഇവിടെ? അല്ല, അങ്ങനെയല്ല. ഞാൻ എല്ലാ പുരുഷന്മാർ വരുന്നവരെല്ലാരും അങ്ങ് നന്നായി ഭരിക്കുന്ന ആളുകളാണല്ലോ. ആയിരക്കണക്കിന് ആളുകൾ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് അതിൽ കഴിവുള്ള ആൾക്കാരാണ് മുകളിലേക്ക് വരുന്നത്. ആയിരക്കണക്കിന് പുരുഷന്മാർ വരുമ്പോ തന്നെ പിന്നെയാണോ സ്ത്രീകൾക്ക് സംവരണം കൊടുത്തിട്ട് അങ്ങനെ സംവരണം കൊടുത്ത് തന്നെ കൊണ്ടുവരണം. എന്നാലേ ഈ സമൂഹത്തിൽ സ്ത്രീകൾക്ക് കൂടി തുല്യമായ അവകാശം കിട്ടും എന്നാണ് താങ്കളുടെ അഭിപ്രായങ്ങൾ. എനിക്ക് പ്രശ്നമില്ല. സ്ത്രീകൾക്ക് എവിടെ വേണമെങ്കിലും സംവരണം കൊടുക്കണം, എല്ലാ മേഖലകളിലും സംവരണം കൊടുക്കണം. ഞാനൊക്കെ എന്റെ ഉമ്മ വരെ മറ്റേ KSTയിൽ വർക്ക് ചെയ്തിട്ട് ആ രീതിയിൽ പ്രവർത്തിച്ച് കണ്ടിരുന്ന ആൾക്കാരാണ്, ജില്ലാ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും. പക്ഷേ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യത വേണ്ടേ? സാധ്യത അടക്കുകയാണ് പുരുഷന്മാർ. അല്ലാണ്, അവരെക്കാളും കപ്പാസിറ്റി ഉള്ള ആളുകൾ വേറെ കുറെ പേരുണ്ടാവുമ്പോ എങ്ങനെയാണ് ശാലി ഒരാൾക്ക് കപ്പാസിറ്റി ഇല്ല ഉണ്ടെന്നൊക്കെ പറയുന്നത്? നേരത്തെ പണ്ട് സംവരണം കൊടുത്തപ്പോൾ സംവരണ വിരുദ്ധർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ആയുധം ഇതാണ്, അങ്ങനെ ജാതിയുടെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുത്തു കഴിഞ്ഞാൽ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകൾ വരുമെന്ന്. എല്ലാ കാലത്തും എല്ലാവരും സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടുന്ന സമൂഹത്തിനെതിരെയുള്ള, സ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ദുർബലർക്കെതിരെയുള്ള സ്ഥിരം പ്രയോഗമാണിത്. അവർക്ക് കപ്പാസിറ്റി ഇല്ലെന്നുള്ളത്. അങ്ങനെ കപ്പാസിറ്റി ഒന്നും കിട്ടുന്നതിന് കൊടുത്തു നോക്കും, അന്നേരം അറിയാം. ഞാൻ അനുവദിക്കും. പക്ഷേ ഈ രാജ്യഭരണവും ഈ രാജഭരണം എന്നൊക്കെ പറഞ്ഞ എടുത്ത് ചവിട്ടിക്കളയുന്ന, ലോകം മുഴുവൻ എടുത്ത് കളഞ്ഞ സംവിധാനങ്ങളാണ്. രാജഭരണമല്ല, രാജ്യഭരണത്തില് സംവരണം കൊടുത്തിട്ട് അതിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്ന പറയണം. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെ തന്നെ വരണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരാനുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം. ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ സ്ത്രീ തുല്യതയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും അവർ സ്ത്രീകളെ, പ്രധാനപ്പെട്ട നേതാക്കളെ, പ്രധാന അവസരങ്ങളിലെല്ലാം സ്ത്രീകൾക്കു നേരെ വാതിൽ കൊട്ടിയടയ്ക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഈ വനിതാ ദിനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ പ്രസന്നനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ പ്രസന്നൻ, കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ സ്ത്രീകളുടെ കാര്യത്തിൽ ആത്മാർത്ഥമായ നിലപാടുണ്ടോ? ഇവിടെ ഇപ്പം ഹലോ, നമസ്കാരം. നമസ്കാരമുണ്ട്. കാരണം ഞാനിത് പറയാൻ പോകുന്നത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല, അത് ശരിയായ കാര്യമാണ്. ഇപ്പൊ പുരുഷന്മാർക്കും കൊടുക്കുന്നില്ല. ഒരു പാർട്ടി നോക്കിക്കഴിഞ്ഞാൽ 6 പേര് മുഖ്യമന്ത്രിയാകാൻ നിൽക്കുന്നു. മറ്റേതിലുള്ളവരെ കഴിഞ്ഞ പ്രാവശ്യമേ സീറ്റ് കൊടുക്കാതെ തള്ളി. അതുകൊണ്ട് ആർക്കും സ്ഥാനം കിട്ടുന്നില്ല. അതുകൊണ്ട് സ്ത്രീകള് കൊടുക്കുന്നില്ല, അത് ശരിയായ കാര്യം. പുരുഷന്മാർക്കും കിട്ടുന്നില്ല. പിന്നെ പുരുഷന്മാർക്കല്ലാതെ ആർക്കാണ് കിട്ടുന്നത്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അല്ലാതെ. ഒരു പ്രാവശ്യമായി, 2 പ്രാവശ്യമായി, 3 പ്രാവശ്യമായി കൂട്ടി കൊടുക്കുന്നു. അതിലുള്ളവരുണ്ട്. ചെറുപ്പക്കാർക്ക് സ്ഥാനം ഇത് കിട്ടാതെ വളരെ അത് മാത്രമല്ലല്ലോ നമ്മുടെ വിഷയം ഇപ്പൊ അതല്ലല്ലോ. ആ വിഷയം വേറെ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു ചെറിയ വിഷയം. ഇത് അതിനേക്കാളും വലിയ വിഷയമല്ലേ? ശരി, ശ്രീ വിജിയാണ് തിരുവല്ലയിൽ നിന്ന്. ശ്രീ വിജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം? ശ്രീ ഭാസ്കരനാണ്. ശ്രീ ഭാസ്കരൻ, താങ്കൾക്ക് പറയാം. ശരി, പറയും. ഈ സ്ത്രീകളെ പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റോ അല്ലെ MLA കൂടുതൽ ആൾക്കാരാക്കണം എന്നുള്ള അഭിപ്രായമാണ് നമ്മളിപ്പോ ചർച്ചയിൽ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആരെ പ്രസിഡന്റ് ആക്കിയാലും ആരെ എത്ര ഉയർന്നു വന്നാലും അതിന്റെ പിറകിൽ പുരുഷന്മാരാണ് അവരെ നിയന്ത്രിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നിയന്ത്രണത്തിലാക്കണം. പാർട്ടി എല്ലാവരും പുരുഷന്മാരെ മേധാവിത്താണ്. അപ്പൊ ഇവരൊക്കെ അതെല്ലാം മാറണം ശ്രീ ഭാസ്കരൻ. അതെല്ലാം കാലം മാറ്റിയല്ലേ പറ്റൂ. സാർ, മാറ്റേണ്ടത് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാളെ ഉയർത്തിക്കൊണ്ടുവന്നാലും കൂടുതൽ ഒരു 40% സ്ത്രീകളായി വിചാരിച്ചോ, എന്നാലും 60% ഭരിക്കുന്നത്. അത് ഒന്നിക്കൊരു വ്യക്തിയായിരിക്കും അവർ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ 60%. ചിലപ്പോൾ 10 പേരെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്നത് പോലെ ചിലപ്പോൾ 4-5 പേരെ നിയന്ത്രിക്കാൻ ചിലപ്പോൾ പുരുഷന്മാരൊക്കെ പുറയിൽ കാണും. പക്ഷെ ഒരു തവണ ഭരണത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ ഈ പുരുഷന്മാരുടെ നിയന്ത്രണമൊക്കെ സ്ത്രീകളങ്ങ് പൊട്ടിച്ചെറിയും. അങ്ങനെ നിലവിൽ കാണുന്ന സാർ പറയുന്നത്, ഇപ്പോൾ പഞ്ചായത്ത് തദ്ദേശ ഭരണത്തിലും അല്ലെങ്കിൽ സ്ഥലത്തും പാർട്ടി നിയന്ത്രണത്തിലോ പുരുഷ മേധാവിത്വത്തിൽ ഈ ഭരിക്കുന്നവർ തന്നെ പുരുഷ മേധാവിത്വത്തിലാണ് ഭരിക്കുന്നത് ഞാൻ പറയുന്നത്. മനസ്സിലായി, താങ്കൾ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം മനസ്സിലായി. ശ്രീ പ്രസന്നനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് പറയാം. സാർ, എനിക്ക് ഈ വിഷയത്തിൽ 2 പോയിന്റാണ് പറയാനുള്ളത്. പറഞ്ഞു. ഒന്നാമതായിട്ട്, ഈ സംവരണം മൂലം മാത്രമേ ഈ സ്ത്രീകൾക്ക് ഈ രംഗത്തേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ. ഇപ്പൊ പഞ്ചായത്ത് തലത്തിലൊക്കെ നിയമം മൂലം അത് കർശനമാക്കിയപ്പോ അതവിടെ സാധിച്ചു. 1. രണ്ടാമത്തെ കാര്യം, അതായത് ഈ നേതാവാകാൻ വളരെ കാലത്തെ ദീർഘനാളത്തെ ഒരു
പ്രവർത്തന പരിചയം ആവശ്യമുണ്ട്. അപ്പൊ ഈ രാവും പകലില്ലാതെ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും സ്ത്രീകൾക്ക് സാധാരണഗതിയിൽ ബുദ്ധിമുട്ടുണ്ട്. രാവില്ല പകലില്ലാതെ ഭർത്താവിനെയും പിള്ളേരെയും വിട്ടിട്ട് ഈ വഴിക്ക് നടക്കുന്നതിന്റെ ഒരു വലിയ ബുദ്ധിമുട്ട് ഉണ്ടെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അപ്പൊ ആ ഘടകങ്ങളും കൂടി ഇതിനകത്തുണ്ട്. ഈ നമ്മളെന്തെങ്കിലും വെട്ടി പങ്കിടുന്ന പോലെ ഇത്ര ശതമാനം പെണ്ണുങ്ങൾക്കൊന്നും പറയാൻ പറ്റൂല. അതേസമയം ഇത്ര ശതമാനം സീറ്റ് അത് എത്രയാണെന്ന് വെച്ചാൽ 10 ആയാലും 20 ആയാലും 50 ആയാലും സ്ത്രീകൾക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം മൂലം, അങ്ങനെയുള്ള നിയമം മൂലം മാത്രമേ ഇത് ശക്തമായിട്ട് നടപ്പിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സാർ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം. ശ്രീ ചന്ദ്രൻ നായരാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ എങ്ങനെയാണ് കരുതുന്നത്? ഈ സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം കേരളത്തിലെ പാർട്ടികളൊക്കെ നൽകുന്നുണ്ടോ? സാർ, ഒരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം സാർ. പറഞ്ഞു. മലയാളം ന്യൂസ് നെറ്റ്വർക്കിന്റെ സ്ത്രീകളെ ആദരിക്കുന്ന ഒരു പരിപാടി ഇപ്പൊ പ്രസ് ക്ലബിൽ വെച്ച് നടന്നു. ഞങ്ങളുടെ വൃദ്ധസദനത്തിലെ അമ്മമാർ ചെന്ന അവാർഡ് ഏറ്റുവാങ്ങി. ശരി, ഓക്കെ, പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സന്തോഷ വാർത്തയുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രി അവിടെ പ്രസംഗിച്ചെന്ന് വെച്ചാൽ 53% വരെ എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ത് കണക്കാണെന്ന് എനിക്കറിയില്ല. അത് പഞ്ചായത്തുകളിലെ കണക്കാണ്. പഞ്ചായത്തുകളിൽ 50% വരും. അത് ഒരു സീറ്റ് ചിലപ്പോൾ 53% വരെയൊക്കെ വരും. അതെ, 53% വരെ വരുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. അത് അങ്ങനെയാണ്, പഞ്ചായത്തിലൊക്കെ വരുന്നുണ്ട് അങ്ങനെ. ഏതായാലും സ്ത്രീകൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ വർഷങ്ങൾക്ക് ഒരു 10 വർഷം മുമ്പ് ഉള്ളതിനേക്കാളും കുറെ കൂടുതൽ പരിഗണന ഇപ്പോ കിട്ടിയിട്ടുണ്ട് സാർ. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് പോരാ. അത് പോരാ സാർ. എങ്കിലും എന്താന്ന് വെച്ചാൽ മാറ്റം വരുന്നുണ്ടല്ലോ. മാറ്റം വലിയ തോതിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് കേരള സമൂഹത്തിൽ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി ഒരു 10-15 വർഷമായി ഉണ്ടായ മാറ്റങ്ങൾ എല്ലാ തരത്തിലും സ്ത്രീ മുന്നേറ്റത്തിന്റെ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതെ 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 ഏതായാലും ഇനി മാറ്റം വരും സാർ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സൈനദാസനാണ് കോഴിക്കോട്. ശ്രീ സൈനദാസൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. സാർ, സ്ത്രീകൾക്ക് എന്റെ അഭിപ്രായത്തിൽ 50% സംവരണം കൊടുക്കണം. എല്ലാ മേഖലയിലും കൊടുക്കണം. ഇന്ന് രാഷ്ട്രീയ പാർട്ടികളിലോ മറ്റുപടി അവർക്ക് കിട്ടുന്നില്ല. എങ്കിലും കൂടിയിട്ട് അവർക്ക് 50% കൊടുത്താൽ മാത്രമേ അത് ഈ സമൂഹത്തില് നല്ലൊരു അച്ചടക്കം വരുള്ളൂ. കാരണം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും കരുത്തും ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് ഒരു മുന്നേറാൻ പറ്റുള്ളൂ. എന്ന് കുടുംബം നന്നാവുള്ളൂ, നാട് നന്നാവുള്ളൂ. എന്റെ അഭിപ്രായം 50% സംവരണം തീർച്ചയായിട്ടും കൊടുക്കണം എന്റെ അഭിപ്രായം. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജീവാണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ രാജീവ്, താങ്കൾക്ക് പറയാം. ശരി, ശ്രീ രാജീവിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്ന പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം ഈ പാർട്ടികൾ ഒന്നും നൽകുന്നില്ല. അർഹമായ പ്രാതിനിധ്യം നൽകുക തന്നെ വേണം. ഇന്നല്ലെങ്കിൽ നാളെ സ്ത്രീകൾ ആ പ്രാതിനിധ്യത്തിലേക്ക് കടന്നു വരും എന്നത് 100% ഉറപ്പാണ്. അത്രത്തോളം വലിയ മുന്നേറ്റം സമൂഹത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ആ മുന്നേറ്റം ഇനിയുള്ള സമയത്തും കൂടുതൽ ശക്തി പ്രാപിച്ചു തന്നെ വരും. അതിനെ തടുത്തു നിർത്താൻ ഇപ്പോഴത്തെ ഈ പുരുഷ കേസരിമാരും നേതാക്കളും ഒക്കെ ശ്രമിച്ചാലും നടക്കില്ല എന്നത് ചരിത്രത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അപ്പോൾ സ്ത്രീകൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി, കൂടുതൽ കരുത്തോടുകൂടി, കൂടുതൽ ശക്തരായി തന്നെ സമൂഹത്തിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിലേക്കും അധികാരത്തിലേക്കും എല്ലാം വരുന്ന ഒരു കാലം ഉറപ്പായും ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.